പക്ഷെ അത് പറയാനുള്ളൊരു അധികാരം എനിക്കില്ല. കാരണം UDF എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നേതാക്കന്മാരൊക്കെ വേറെയാണ്. ഞാനതിനകത്തുള്ളൊരു നേതാവല്ല. അത് ഐഡിയോളജിക്കലി അത് ദുരന്തമാണ്, അപകടകരമാണ്. ആ അഭിപ്രായം പറയുന്നിടത്ത് ഞാൻ പറയും. ഇവിടെ ആയിരുന്നല്ലോ, ഞാൻ ഈ എക്സിറ്റ് പോൾ വന്നു കഴിഞ്ഞു, ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞാൽ വോട്ടെണ്ണാൻ പോവുക. അങ്ങനെ ഒരു പ്രവചനത്തിൽ ഞാൻ ഇതുവരെ നിങ്ങൾ പരിശോധിച്ചാൽ ഞാൻ നടത്തിയിട്ടില്ല. ജനാധിപത്യത്തെ പെട്ടിയിലാക്കിയിട്ട് അതിൻ്റെ പുറത്തിരുന്ന് നടത്തുന്ന ഈ ആക്ഷേപ അപഹാസ്യങ്ങൾ ഒരു പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നില്ല. ഒരു മീഡിയ ഗിമ്മിക്കായിട്ട് മാത്രം എനിക്കതിനെക്കുറിച്ച് എന്ത് സാമുദായിക രാഷ്ട്രീയ ബോധത്തിൻ്റെ പേരിൽ വാങ്ങിയിട്ടുണ്ടോ അതൊക്കെ ട്രാൻസ്പെറൻ്റാണ്. അധികാരത്തിൻ്റെ ഉള്ളറകളിലൂടെ കയറിയിട്ടൊന്നും ഞങ്ങൾ ഒന്നും ഒരു കമ്മ്യൂണിറ്റിക്കും കൊടുത്തിട്ടില്ല, മുസ്ലിം സമുദായത്തിന് വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കോൺഗ്രസ് ലീഗ് പറഞ്ഞല്ലോ, ലീഗ് ഡിമാൻഡ് ചെയ്യില്ല, കോൺഗ്രസ് എന്നാൽ വേണ്ടെന്നും പറയില്ല. അത്രേ ഉള്ളൂ അതിന് കാര്യം. അല്ല, 5ാം മന്ത്രിസ്ഥാനം പക്ഷേ ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഇമേജ് വളരെയധികം മോശമാക്കിയൊരു സംഭവമായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ഇമേജ് നന്നാക്കണമെന്ന് ലീഗുകാർക്കല്ലാത്ത ആർക്കാ ബോധ്യം ഉണ്ടാവുക? ആർക്കും ഉണ്ടായിക്കോണമെന്നില്ല. ഞങ്ങൾ വേറെ പാർട്ടിയാണ്, വേറെ പരിപാടിയാണ്, വേറെ പദ്ധതിയാണ്. കേരളത്തിലെ നഗരങ്ങളിലെ 17 ഹോസ്പിറ്റലുകൾ അമേരിക്കൻ കമ്പനി എടുത്തു കഴിഞ്ഞു. സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുമ്പോൾ ആരുടെങ്കിലും വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള വർത്താനമല്ല ഞാനീ പറയുന്നത്. അല്ല, മനസ്സിലാക്കണം. നാളെ വരുന്ന ഒരു സർക്കാരിൽ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി വന്നു വീഴുവോ ഇല്ലേ എന്ന സംശയത്തിൽ നിൽക്കുമ്പോഴാണ് ഞാനിത് പറയുന്നത്. ഞാൻ പുറത്ത് പറയണതും ഇവിടെ പറയുന്നതും ഞാൻ നിയമസഭയിലും പറയും. ഞാൻ അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലുണ്ട്. അല്ലാതെ വോട്ടിന് വേണ്ടി 5 കൊല്ലത്തേക്ക് വർത്താനം പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അതാണ് രാഷ്ട്രീയം ഞാൻ വിചാരിക്കുന്നില്ല. അതിനേക്കാളൊക്കെ എനിക്ക് അപമാനം ഒരു മനുഷ്യനെ ഈ അഴിമതിക്കാരൻ എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയമൊന്നല്ല ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഒരു വർഗീയവാദിയാക്കുക എന്ന് സങ്കടമുള്ള കാര്യമാണ്. നമ്മളത് ഉറക്കത്തിൽ പോലും നമ്മൾ പാലിക്കേണ്ടുന്ന സൂക്ഷ്മതയുടെ ഭാഗമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, 2025 ഗവൺമെൻറ്റിൻ്റെ അടങ്കൽ തുകയേക്കാൾ കൂടുതൽ ആ വർഷം പ്രവാസിയുടെ പണം കേരളത്തിൽ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ബജറ്റിനെ പോലും ഞെട്ടിപ്പിക്കാവുന്ന പണമയക്കുന്ന ഒരു വിഭാഗമാണ് അവർ. നമസ്കാരം. UDFൻ്റെ കരുത്തനായ നേതാവ്, മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട നേതാവ് KM ഷാജിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം. 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 ഷാജിക, ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ടെൻഷനുണ്ടോ? എനിക്ക് ടെൻഷനില്ല. പബ്ലിക്സിൻ്റെ ഒരു ഫീൽ എങ്ങനെയാണെന്ന് ആ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും പോയി എനിക്കറിയാം. അപ്പോൾ അതിൽ ടെൻഷനൊന്നും എനിക്കില്ല. കാരണം ഭയങ്കര സംശയമുള്ള അല്ലെങ്കിൽ വളരെ വാശിയേറിയ മത്സരം നടന്നൊരു മണ്ഡലമാണ് വേങ്ങര. അപ്പോൾ വേങ്ങര മണ്ഡലത്തിൽ ഇപ്പോഴും ഞാൻ പല സർവേകൾ ഇപ്പോൾ എടുത്തിങ്ങനെ വീണ്ടും എടുത്ത് നോക്കുന്ന സമയത്തൊക്കെ ആളുകളുടെ ഒരു റിയാക്ഷൻ 2 രീതിയിൽ വരുന്നുണ്ട്. ഉറച്ച മണ്ഡലം അല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ്? അല്ല, മണ്ഡലത്തിന് അങ്ങനെ ഒരു ഉറപ്പിലൊന്നും കാര്യമില്ല. ഓരോ സാഹചര്യത്തിലും ഏത് മണ്ഡലവും മറിക്കാൻ പറ്റണമെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. 28,000 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന LDF കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയിട്ടാണ് ഞാൻ 400 വോട്ടിന് ജയിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ മറക്കാൻ പറ്റാത്ത മണ്ഡലങ്ങൾ ജനാധിപത്യത്തിൽ ഉണ്ടാവുകയും ചെയ്യരുത്. പക്ഷേ എൻ്റെ കോൺഫിഡൻസ് അവിടെ അല്ല. ആ മണ്ഡലത്തിലെ യാത്ര, അവിടെയുള്ള ആളുകളോടുള്ള സംവാദങ്ങൾ, അവരുമായിട്ടുള്ള ഇടപെടലുകൾ, അത് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് നല്ല വലിയ കോൺഫിഡൻസാണ്. ചെറിയ വോട്ടിനൊന്നും അല്ലാതെ തന്നെ ജയിച്ചു വരാവുന്ന കോൺഫിഡൻസാണ്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം VD സതീശൻ വനവാസത്തിന് പോയി. KM ഷാജി ദുബായിലേക്കാണ് വന്നത്. സതീശന് നല്ല ഒരു നല്ല പരിസ്ഥിതി സൗഹൃദമുള്ള ഒരു റിസോർട്ടിലേക്ക് പോയി. ഞാനും അവിടെ തന്നെ അങ്ങനെ പോയിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് നേരത്തെ കരുതിയിരുന്നു. ഒന്ന് വരാം, വന്ന് ജ്യേഷ്ഠനുണ്ട്, കുറേ ആളുകളുണ്ട്. പക്ഷേ ഒരു 3 days അങ്ങനെ ആ ഫ്ലൈറ്റ് എടുത്തു പോയ ടിക്കറ്റ് ക്യാൻസൽ ആവേണ്ട വെച്ചിട്ട് പോകുന്ന 3 ദിവസം. ശരിക്കും ഈ ഒരു ദിവസങ്ങളിൽ ഒരു സ്ട്രെസ് എത്രത്തോളം ഉണ്ട്? ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്നത് വരെയുള്ള ഒരു സമയത്തുള്ള സ്ട്രെസ് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നോട്, അങ്ങനെ ഒരു ഭയങ്കര സ്ട്രെസ് ഉണ്ടോ എന്നുള്ളത്. സത്യത്തിൽ എനിക്കങ്ങനെ സ്ട്രെസ് ഇല്ല. അതെന്തുകൊണ്ടാണ് ഇയാൾ ചോദിച്ചത്? എനിക്ക് കുഴപ്പമാണോ നാട്ടുകാർ കുഴപ്പമാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ പോലെ എനിക്കങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. സത്യത്തിൽ ഞാൻ ഏത് പ്രശ്നത്തിനും 2-1 ഒരാളെ ജയിക്കുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ ഒരു മുന്നണിയെ ജയിക്കുള്ളൂ. ജയിച്ചാലും തോറ്റാലും എന്തെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. രാഷ്ട്രീയമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു അടിസ്ഥാനപരമായ കാഴ്ചപ്പാടതാണ്. തോൽക്കുക ഇല്ല എന്നങ്ങനെ ഉറപ്പിച്ച് പറയാം. ജയിക്കുമെന്നത്തെ ഓവർ ആത്മവിശ്വാസം. ജയിച്ചാലും നമ്മൾ ഇവിടെ ബാക്കിയുണ്ടാവും, തോറ്റാലും നമ്മൾ ബാക്കിയുണ്ടാവും. ജയിച്ചാലും പറയാൻ രാഷ്ട്രീയമുണ്ട്, തോറ്റാലും പറയാൻ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അത് ജയിക്കുമെന്നങ്ങനെ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ലൈഫിനെ കൊണ്ടുപോയാൽ എങ്ങാനും തോറ്റുപോയാൽ നമ്മൾ വീണു പോകും. അത് പാടില്ല എന്നാണ് എൻ്റെ ഒരു നിലപാട്.
അതുകൊണ്ട് എനിക്കൊരു ആശങ്ക ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വോട്ട് ഇങ്ങനെ പെട്ടിയിൽ നിൽക്കുമ്പോൾ എനിക്ക് യാതൊരു ആശങ്കയില്ല. ഈ പരാജയം ശരിക്കും ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളാണല്ലോ, അത് ജീവിതത്തെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത്? എൻ്റെ 5 വർഷത്തെ പരാജയം എങ്ങനെയാണ് എന്നെ ബാധിച്ചതെന്ന് ഞാൻ ഇപ്പോൾ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പം ചെയ്യാറുള്ളത് എന്ന് വെച്ചാൽ 5 വർഷം മുമ്പുള്ള എൻ്റെ ഫോട്ടോയും ഇപ്പോൾ ഉള്ള ഫോട്ടോ എടുത്ത് നോക്കും. ഞാൻ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളത് ഈ 5 വർഷം തോറ്റു നിൽക്കുന്ന ഞാനാണ്. എൻ്റെ ബോഡി നന്നായത്, എൻ്റെ ഹെൽത്ത് നന്നായത്, എൻ്റെ ചിന്തകളും ധാരണകളും നന്നായിട്ടുള്ളത് ഈ നിയമസഭയുടെ പുറത്ത് നിൽക്കുന്ന 5 വർഷമാണ്. നിയമസഭയുടെ അകത്ത് എത്ര പേരുണ്ടായിരുന്നു? 140 പേര്. അവരെത്ര പേരുണ്ടെന്ന് ആളുകൾ ആലോചിച്ചെടുക്കുന്നതിന് മുമ്പ് പുറത്ത് കെ എം ഷാജി ഉണ്ടായിരുന്നു എന്ന് ആളുകൾ പറയും. നെഗറ്റീവായിട്ടും പറയും, പോസിറ്റീവായിട്ടും പറയും. അപ്പം നമ്മൾ രാഷ്ട്രീയത്തിലോ ജീവിതത്തിലോ അടയാളപ്പെടുത്താൻ നിയമസഭയിലും പാർലമെൻറ്റിലും പോകണമെന്ന് ഒരു നിർബന്ധമില്ല. അല്ലാതെയും നമുക്ക് സ്പേസ് ഉണ്ട്. നമ്മളത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ട് തോറ്റുപോയതും പിന്നെ ജയിച്ച കാലയളവൊന്നും ഞാൻ ആ കാലയളവ് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അല്ല, സാധാരണ അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് പെട്ടെന്ന് വയസ്സാവാറുണ്ട്. സിനിമാ താരങ്ങൾ സിനിമയില്ലാതെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് വയസ്സായ പോലെ തോന്നാറുണ്ട്. അത് എന്തുകൊണ്ടാണ് ശരിക്കും സംഭവിക്കുന്നത്? പക്ഷേ ഞാൻ കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്, റിട്ടയർ ചെയ്തതിനു ശേഷം നന്നായിട്ട് ജീവിതം കൊണ്ടുപോയ ആളുകളെ. റിട്ടയർമെൻറ്റ് വരെ ഭയങ്കര സ്ട്രെസ്സിൽ ജീവിച്ചിരുന്ന ആളുകൾ റിട്ടയർമെൻറ്റിന് ശേഷം മനോഹരമായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നത്, അവർ നല്ല സുന്ദരന്മാരാവുന്നത് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് രാഷ്ട്രീയത്തിലോട്ട് കിടക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ പിന്നെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുമ്പോൾ പിന്നെ എല്ലാം ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ കൺവീനിയൻസിനെ ഹാപ്പിനെസ് ആയിട്ട് എടുക്കരുത്. ഇത് കെ എം ഷാജിയുടെ മഹത്വചനമല്ല, ബിൽഗേറ്റ്സ് പറഞ്ഞാണ്. ബിൽഗേറ്റ്സ് 3 കാര്യങ്ങൾ പറയുന്നത്. അതിൽ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ പിന്നെ കൺവീനിയൻസ് ഹാപ്പിനെസ് ആയിട്ട് എടുക്കരുത്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ചെയ്യുന്നൊരു ജോലി, ഞാൻ ചെയ്യുന്നൊരു ജോലി, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമുക്ക് പൊളിറ്റിക്സിൽ പ്രത്യേകിച്ച് അങ്ങനെ പറയാം, പൊളിറ്റിക്സ് മാറ്റം പറയാം. പൊളിറ്റിക്സ് നമുക്ക് തരുന്ന കുറേ സൗകര്യങ്ങളുണ്ടാകും. നമ്മൾ പദവിയിലിരിക്കുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന ചില പ്രിവിലേജുകളുണ്ട്. അത് ആ പദവിയിൽ ഇരിക്കുമ്പോൾ മാത്രം കിട്ടുന്നതാണ്. ആ പദവിയാവട്ടെ പബ്ലിക്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സാധനമാണ്. നമ്മൾ ഈ കൺവീനിയൻസിനെ ഉത്തരവാദിത്തമായിട്ട് എടുക്കണം, ഹാപ്പിനെസ് ആയിട്ട് എടുക്കണം. ഹാപ്പിനെസ് ആയിട്ട് എടുത്താൽ ഈ കൺവീനിയൻസ് എപ്പോഴാണോ നഷ്ടപ്പെടുന്നത് അന്ന് മുതൽ നമ്മൾ നിരാശവാദിക്കും. അതേസമയത്ത് ഉത്തരവാദിത്തമായിട്ട് എടുത്താൽ എൻ്റെ ഈ കൺവീനിയൻസിനെ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പിന്നീട് ഹാപ്പി ആകാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ വേങ്ങരയിലേക്ക് വരികയാണെങ്കിൽ, വേങ്ങരയിൽ ഡീലുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ഡീലുകൾ കേട്ടൊരു തെരഞ്ഞെടുപ്പാണിത്. എന്താണ് വേങ്ങരയിൽ ഏറ്റവും ഒടുവിലത്തെ ഡീല്? അല്ല, വേങ്ങരയിലെ ഡീല് SDP ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സഖ്യം, രാഷ്ട്രീയ സഖ്യമാണ്. SDP യും PDP പോലുള്ള എലമെൻറ്റുകളൊക്കെ ഒരു ഭാഗത്ത് നിന്നു. അതിലകത്ത് ഭയങ്കര രസമുള്ളൊരു കാര്യമുണ്ട്. എന്നെ ഒരു വർഗീയവാദിയാക്കാനായിരുന്നു ശ്രമം. അവസാനം നോക്കുമ്പോൾ SDP വർഗീയവാദിയായാൽ എന്നെ സ്വീകരിക്കേണ്ടത് SDP-ക്കാരാണല്ലോ, അല്ലെങ്കിൽ PDP-ക്കാരാണല്ലോ. പക്ഷേ എന്നെ സ്വീകരിക്കാൻ വന്നത് അവരല്ലായിരുന്നു, അവരെന്നെ എതിർക്കുക ചെയ്തു. ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ടായിരുന്നു. ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരുടെ വോട്ട്, അവർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വോട്ട് ചെയ്ത ആളുകളാണ്. അവരങ്ങനെ പിന്നെ ഞാനുമായി ബന്ധപ്പെട്ടൊരു വോട്ടൊന്നുമല്ല. ജമാഅത്ത് ഇസ്ലാമി അവിടെ വോട്ട് രേഖപ്പെടുത്തിയത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട വോട്ടേ അല്ല. ഞാൻ അവരോട് ജമാഅത്ത് ഇസ്ലാമിൻ്റെ വോട്ട് വേണമെന്ന് അഭ്യർത്ഥിക്കുകയോ അതിനു വേണ്ടിയിട്ട് പരസ്യമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുകയോ ചെയ്ത ഒരാളല്ല ഞാൻ. അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ അവർ ചെയ്തിട്ടുണ്ട്. അല്ല, അവർ ചെയ്തിട്ടുണ്ടാവാം. അവർ വെൽഫെയർ പാർട്ടി വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് സംശയമില്ലാത്ത കാര്യമാണ്. വെൽഫെയർ പാർട്ടിയുടെ ആളുകളെ ഞാൻ കാണുകയും ഞാൻ കാണുകയല്ല, അവരെന്നെ വന്ന് കാണുകയും ഞങ്ങളൊക്കെ ഒരുമിച്ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിഷേധിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം അത് വളരെ പബ്ലിക്കായിട്ട് നടന്ന കാര്യം. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്, കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പുറത്തല്ല. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എനിക്കൊരു പോളിസി ഉണ്ട്. അവിടുത്തെ എല്ലാവരോടും ഞാൻ വോട്ട് ചെയ്തു, എല്ലാവരോടും. കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പുറത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് പേഴ്സണെ, മതം, രാഷ്ട്രീയം, മറ്റ് സാമൂഹികമായ കാര്യങ്ങൾ, ഒരാളെയും ഞാൻ സ്വാധീനിക്കാൻ പോകില്ലെന്ന് എൻ്റെ പോളിസിയാണ്. ഇങ്ങനെ അത്തരം ആളുകളുടെയൊക്കെ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കറങ്ങുക, എന്നിട്ട് അനുഗ്രഹം വേണമെന്ന് പറയുക, വോട്ട് വേണമെന്ന് പറയുക, അത് ഞാൻ എടുക്കില്ലാന്ന് തീരുമാനിച്ചതാണ്. ഞാനത് മലപ്പുറത്ത് വേങ്ങരയിൽ പോയപ്പോൾ എടുത്തിട്ടില്ല. പല സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഞാൻ പോലെന്ന് പറഞ്ഞു. ഈ വെൽഫെയർ പാർട്ടി നാളെ ഒരു ദിവസം UDF മുന്നണിയിൽ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ? അങ്ങനെ ഒരു സാധ്യത നിലവിൽ ഒരു കാരണവശാലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അത് പറയാനുള്ളൊരു അധികാരം എനിക്കില്ല. കാരണം UDF എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നേതാക്കന്മാരൊക്കെ പറയും, ഞാനതിനകത്തുള്ളൊരു നേതാവല്ല.
ഓക്കെ. ഇപ്പോൾ SDPIയെ കുറിച്ച് പറഞ്ഞു. SDPIയെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ SDPIയും മുസ്ലിം ലീഗും സഖ്യത്തിലാണ് മത്സരിച്ചത്, DMK മുന്നണിയുടെ സഖ്യത്തിലാണ് മത്സരിച്ചത്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതൊരു കോൺട്രാഡിക്ഷൻ സൃഷ്ടിക്കുന്നില്ലേ ഇത്? SDPIയുമായിട്ട് രാഷ്ട്രീയ സഖ്യം ഏത് തരത്തിലുണ്ടായാലും അത് അതിഭീകരമായ അപകടം ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ലീഗുകാരനാണ് ഞാൻ, ഒരു UDFകാരനാണ്. അതിൽ എനിക്കൊരു സംശയമില്ല. അത് തമിഴ്നാട്ടിൽ സഖ്യം ഉണ്ടാകുമ്പോൾ ഹലാലാവുകയും കേരളത്തിലെ സഖ്യം ഹറാമാവുകയും ചെയ്യുന്ന പരിപാടിയൊന്നും എനിക്കില്ല. അല്ല, അപ്പോൾ അത് ഐഡിയോളജിക്കലി അത് ദുരന്തമാണ്, അപകടകരമാണ്. ആ അഭിപ്രായം പറയുന്നിടത്ത് ഞാൻ പറയും, എവിടെ ആയിരുന്നു. അല്ല, ലീഗിൻ്റെ ഇപ്പോൾ സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും ഒക്കെ ഈ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാനും SDPIയുടെ കൊടി കെട്ടിയ കാറിൽ യാത്ര ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ലീഗിൻ്റെ നേതാക്കന്മാർ SDPIയുടെ കൊടി കെട്ടിയ വാഹനത്തിൽ യാത്ര ചെയ്തു. അല്ല, ഈ ഒരുപാട് കൊടികളിൽ ഈ ഒരു കൊടി ഉണ്ടായിരുന്നു. എന്നാലും ലീഗിൻ്റെ നേതാക്കന്മാരുടെ വാഹനത്തിൽ അവരെ കൊടി കെട്ടിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, അത് ഞാൻ കണ്ടിട്ടില്ല. തമിഴ്നാട് അതുണ്ടായിരുന്നു. തമിഴ്നാട് DMK നടത്തിയ രാഷ്ട്രീയ സഖ്യത്തിൽ SDPI ഉണ്ടായിരുന്നു, സത്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. അത് പിന്നെ എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഇവിടെ എനിക്കതിന് ഉത്തരം പറയാൻ കഴിയില്ല, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ ആ രാഷ്ട്രീയ സഖ്യത്തെ പിന്നെ ഒരു കാരണവശാൽ ന്യായീകരിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ അതിൽ മുസ്ലിം ലീഗിന് എത്ര വരെ സീറ്റ് ഉണ്ടാവുമെന്നാണ് താങ്കൾ വ്യക്തിപരമായിട്ട് വിചാരിക്കുന്നത്? ഞാൻ ഈ എക്സിറ്റ് പോൾ വന്നു കഴിഞ്ഞു, എക്സിറ്റ് പോളുകൾ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞാൽ വോട്ടെണ്ണാൻ പോവാണ്. അങ്ങനെ ഒരു പ്രവചനത്തിൽ ഞാൻ ഇതുവരെ നിങ്ങൾ പരിശോധിച്ചാൽ ഞാൻ നടത്തിയിട്ടില്ല. ജനാധിപത്യത്തെ പിന്നെ പെട്ടിയിലാക്കിയിട്ട് അതിൻ്റെ പുറത്തിരുന്ന് നടത്തുന്ന ഈ പിന്നെ ആക്ഷേപ അപഹാസ്യങ്ങൾ ഒരു പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നില്ല. ഒരു മീഡിയ ഗിമ്മിക്കായിട്ട് മാത്രമേ എനിക്കതിനെക്കുറിച്ച് തോന്നുള്ളൂ. കാരണം ആ കാലയളവിൽ മീഡിയക്ക് എന്തെങ്കിലുമൊക്കെ പറയണം, അതിൻ്റെ മുകളിൽ വെറ്റുകൾ വെക്കുക. ഞാൻ പറയുന്നൊരു പ്രഡിക്ഷൻ ഞാൻ പറഞ്ഞു. UDF അധികാരത്തിൽ വരാവുന്ന ഒരു ട്രെൻഡ് ഉണ്ട്, ഞാൻ ജയിക്കാവുന്നൊരു ട്രെൻഡ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നാളെ സംഭവിക്കുന്നില്ലെന്നൊക്കെ പറയേണ്ടത് ആ പെട്ടിയിലെ വോട്ടുകളാണ്. പിന്നെ ആ വോട്ടിൻ്റെ പേര് കയറിയിട്ട് കുറേ ഞാൻ വേറെ മണ്ഡലങ്ങളിലൊക്കെ പിന്നെ പൊതു രാഷ്ട്രീയത്തെ പറയാമെന്നല്ലാതെ വോട്ടെണ്ണി പറയാനൊന്നും ഞാൻ ഒരുക്കമല്ല. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം വലിയ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് നല്ല വിജയം ഉണ്ടാകും. അല്ലാതെ മത്സരിച്ച മുഴുവൻ ആളുകളും ജയിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയവരാണ്, ജയിക്കാൻ വേണ്ടി മത്സരിച്ചവരാണ്. അത് വോട്ട് എണ്ണി കഴിഞ്ഞിട്ടാണ് ബാക്കി പറയുന്നത് ശരിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ സീറ്റുകൾ വേണമെന്ന് ആഗ്രഹമുണ്ടോ മുസ്ലിം ലീഗിൻ്റെ അർഹതയുടെ സീറ്റുകൾ 27 അല്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് ജനസംഖ്യാനുപാതിക ക്രമം അനുസരിച്ചിട്ടും മുസ്ലിം ലീഗിൻ്റെ ഒരു പൊളിറ്റിക്കൽ പവർ വെച്ചിട്ടും ഞങ്ങൾ കേരളത്തിലെ എല്ലായിടത്തും ഏറ്റവും സത്യസന്ധമായും ആത്മാർത്ഥമായും UDFന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് അതിൽക്കാളിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടേണ്ടതാണ്. പക്ഷേ തർക്കമുണ്ടാക്കിയിട്ട് ഒരു കോമൺ കോസിന് വേണ്ടി നിൽക്കുന്ന ഒരു മൂവിനെ പൊളിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. UDFൻ്റെ ഒരു പൊതു അജണ്ടയുണ്ട്. ആ അജണ്ട കേരളത്തിൽ ജയിച്ചു വരണം. അത് ലീഗ് മാത്രം ജയിച്ച് നടത്തേണ്ട കാര്യമല്ല, എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. അതിന് ലീഗ് വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതാണ് എന്ന് കോൺഗ്രസ് സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ രീതികളും അങ്ങനെയാണ്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനമാണ് വലിയൊരു വിഷയമായിട്ട് വരുന്നത്. കുറേ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ചില നേതാക്കൾ അതിനെ അനുകൂലിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ എതിർക്കാതെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം? താങ്കൾ പറഞ്ഞ പ്രതികരണമാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത്. കാരണം 4-ാം തീയതിക്ക് ശേഷം ഞങ്ങളതിൽ കൺസെൻസസ് ആയിട്ടുള്ള അഭിപ്രായം ഞങ്ങൾ പറയും. 4-ാം തീയതി വരെ ഞങ്ങൾ ഈ ജനങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യത്തെ അങ്ങനെ ഞങ്ങൾ വേറെ തീരുമാനിക്കാനൊന്നും വിചാരിക്കുന്നില്ല. ജനാധിപത്യത്തിൻ്റെ വിധി വരുമ്പോൾ ഞങ്ങളെ അഭിപ്രായം പറയും. ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള കഴിവുണ്ട്, ഞങ്ങൾക്ക് ആ മുന്നണിയിൽ റോളുണ്ട്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷമായിട്ടുള്ള പാർട്ടികൾ, അതായത് ഒരു മുന്നണിയിലെ ന്യൂനപക്ഷമായിട്ടുള്ള പാർട്ടികൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്ന സംഭവമുണ്ട്. അപ്പം കർണാടകയിലുണ്ട്, ബീഹാറിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് എത്തിച്ചേരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്? പല സംസ്ഥാനങ്ങളിലും അല്ലല്ലോ, കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. അതെ, കേരളത്തിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗിൻ്റെ പിന്നെ CH മുഹമ്മദ് കോയ സാഹിബ് മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. പക്ഷെ അത് ഒരു 2 മാസം പോലും തേക്കാൻ അല്ല, ആ ദിവസത്തിന് കണക്കല്ലല്ലോ. ഒരു ദിവസമായാലും ഹി വാസ് ചീഫ് മിനിസ്റ്റർ, അത്രേ ഉള്ളൂ അതിൽ കാര്യം. അത് പിന്നീട് രാഷ്ട്രീയ സമവാക്യങ്ങളിൽ നമ്മൾ വിചാരിക്കാത്ത പലതും സംഭവിക്കാം. അതേ രാഷ്ട്രീയ സമവാക്യം തന്നെയാണ് 50-55 ദിവസമായാലും CH മുഹമ്മദ് കോയ സാഹിബിനെയും മുഖ്യമന്ത്രി ആക്കുന്നത്. അതിനും ആവാം. അതെപ്പോൾ ആവണം, എങ്ങനെ ആവണം, അതിനുവേണ്ടി ലീഗ് ഇങ്ങനെ പണിയെടുക്കുന്നു, അങ്ങനെയൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, പെയിൻഫുള്ളായിട്ടുള്ള ഒരു സംവിധാനവും ഒരു നേട്ടവും നേടിയെടുക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് ഒന്നും ചെയ്യില്ല. അങ്ങനെ ഈ സംവിധാനത്തൊക്കെ തകർക്കുക, എന്നിട്ട് ഉള്ളിലൂടെ കയറി പണിയുക, അങ്ങനെയൊന്നും ഞങ്ങൾ എന്ത് സാമുദായിക രാഷ്ട്രീയ ബോധത്തിൻ്റെ പേരിൽ വാങ്ങിയിട്ടുണ്ടോ അതൊക്കെ ട്രാൻസ്പെറൻ്റാണ്. അധികാരത്തിൻ്റെ ഉള്ളറകളിലൂടെ കയറിയിട്ടൊന്നും ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റിക്കും കൊടുത്തിട്ടില്ല,
മുസ്ലിം സമുദായത്തിന് വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കൺസെൻസസ് വേണം, പബ്ലിക്കിൻ്റെ അംഗീകാരത്തോടു കൂടെ അവരെ അത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് മാത്രമേ ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് ഏത് പദവിയായാലും. മുഖ്യസ്ഥാനം ലീഗ് പറഞ്ഞല്ലോ, ലീഗ് ഡിമാൻഡ് ചെയ്യില്ല, കോൺഗ്രസ് തന്നാൽ വേണ്ടെന്നും പറയില്ല. അത്രേ ഉള്ളൂ ഇതിൽ കാര്യം. അല്ല, 5ാം മന്ത്രിസ്ഥാനം പക്ഷേ ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഇമേജ് വളരെയധികം മോശമാക്കിയ ഒരു സംഭവമായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന ഒരുപാട് വിവാദങ്ങൾ. അപ്പോൾ അന്ന് എന്താണ് സംഭവിച്ചത്? മുസ്ലിം ലീഗിൻ്റെ ഇമേജ് വേറെ ആളുകൾ മോശമാക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ലല്ലോ, അവരുടെ പണി തന്നെ അതല്ലേ. മുസ്ലിം ലീഗിൻ്റെ ഇമേജ് നന്നാക്കണമെന്ന് ലീഗുകാർക്കല്ലാത്ത ആർക്കാ ബോധ്യം ഉണ്ടാവുക? ആർക്കും ഉണ്ടായിക്കോണമെന്നില്ല. ഞങ്ങൾ വേറെ പാർട്ടിയാണ്, വേറെ പരിപാടിയാണ്, വേറെ പദ്ധതിയാണ്, അതവർ നടത്തിക്കോട്ടെ. ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് അന്ന് മുസ്ലിം ലീഗ് അതുവരെ ഹോൾഡ് ചെയ്തിരുന്നത്. ഇതേ പറയുന്ന ആളുകൾക്ക് അറിയാത്തൊരു ചരിത്രമുണ്ട്, അറിയാത്തല്ല അറിയില്ലെന്ന് ഭാവിക്കുന്ന ചരിത്രമുണ്ട്. എങ്ങനെയാണ് 4 മന്ത്രിമാർ, ഒരു ഗവൺമെൻറ് ചീഫ് വിപ്പ്, അതാണ് മുസ്ലിം ലീഗ് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്. സീതിയാജൊക്കെ മുസ്ലിം ഗവൺമെൻറ് ചീഫ് വിപ്പായിരുന്നു. ആ ചീഫ് വിപ്പ് എന്ന പദവി കേരളത്തിലൂടെ പോയി മന്ത്രിയായി. അതല്ലേ ഇപ്പം കേരളത്തിൽ ചീഫ് വിപ്പ് ഇല്ല, പാർലമെൻ്ററി പാർട്ടി കാര്യമന്ത്രിയാണ്. ആ പദവി വന്നപ്പോൾ ലീഗിൻ്റെ കയ്യിലെ ഒരു ക്യാബിനറ്റ് പദവി പോയപ്പോൾ അന്ന് UDF ലീഗിന് കൊടുത്ത ഉറപ്പാണ് അതിന് സമാനമായൊരു പദവി കൊടുക്കും. ആ പദവിയാണ് ലീഗ് വാങ്ങിയത്. ലീഗ് അതിൽ അനർഹമായതൊന്നുമല്ല. പിന്നെ മുസ്ലിം ലീഗ് എന്ത് ചെയ്യുമ്പോഴും വിവാദമാകുന്ന പോലെ ആരാണ് വിവാദത്തിലേക്ക്? വിവാദം എല്ലാവരും ഉണ്ട് അതിനകത്ത്, എല്ലാവരും ഉണ്ട്. അതിപ്പോൾ പേരെടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ആളുകളെ വെക്കേണ്ട കാര്യമല്ല. വിവാദം മീഡിയകൾ തുടങ്ങി, ബാക്കി പല ആളുകൾ ഏറ്റെടുത്തു. ഈ മുസ്ലിം ഐഡൻറ്റിറ്റി എന്നുള്ളത്, ഈ മുസ്ലിം പേര് എന്നുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കുറച്ചധികം സീറ്റുകൾ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ചധികം അധികാര സ്ഥാനങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒരു പ്രശ്നമായി മാറുന്നുണ്ടോ? മുസ്ലിങ്ങൾ ചോദിക്കുന്നു, കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷത്തിലേക്ക് വരുന്നു, മുസ്ലിങ്ങൾ ഭരിക്കാൻ വേണ്ടി പോകുന്നു, ഈ ഇടയ്ക്കെപ്പോഴോ BJP RSS സംഘടനയിൽ എന്ന് പറഞ്ഞ പോലെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വരാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെയുള്ള നിർമ്മിതികൾ മുസ്ലിം ലീഗിനെ ബാധിക്കുന്നുണ്ടോ? ഈ പ്രശ്നമാകുന്നു എന്നതുകൊണ്ട് കളയേണ്ടുന്ന സാധനമാണോ ഐഡൻറ്റിറ്റി? വേറുള്ള ആളുകൾ തെറ്റിദ്ധരിക്കുന്നു എന്നതിൻ്റെ പേരിൽ കളയേണ്ട സാധനമോ ഐഡൻറ്റിറ്റി? ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ആത്മാഭിമാന ബോധമാണ്. ആ ആത്മാഭിമാന ബോധത്തെ മറ്റുള്ളവരുടെ ഇഷ്ടമോ അവരുടെ ഇഷ്ടക്കേടോ നോക്കിയിട്ട് തീരുമാനിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഐഡൻറ്റിറ്റി അങ്ങനെ കളയേണ്ടതാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അത് സംഭവിക്കുന്നുണ്ടോ ഇല്ലെന്നല്ല, ഞങ്ങളുടെ അളവ്, ഞങ്ങളുടെ മാനദണ്ഡം അതല്ല. ഞാൻ ചോദിക്കുന്നത് അതേ ഐഡൻറ്റിറ്റി ഇല്ലാത്ത BJP, ഭാരതീയ ജനതാ പാർട്ടി, അതേ ഐഡൻറ്റിറ്റി ഇല്ലാത്ത RSS, അപ്പോൾ അതുപോലെ സകല മോശത്തരവും ചെയ്തിട്ട് അങ്ങനെ പേര് വെച്ചിരുന്നാൽ മതി എന്നാണോ? ഞങ്ങളതിനൊക്കെ ഒരു കെയർ ചെയ്യണില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ബേജാറുമില്ല, ഒരു ബേജാറുമില്ല. ഞങ്ങൾ ഇന്ത്യയിലെ 4000 ചില്ലാനം വരുന്ന മതസമൂഹ ജാതി വിഭാഗങ്ങൾ അവരുടെ ഐഡൻറ്റിറ്റിയെ അഡ്രസ്സ് ചെയ്തിട്ട് ജീവിക്കണമെന്ന് വിചാരിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ് ഞങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ആരുടെ ഇഷ്ടക്കേടും ഇഷ്ടമൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ വരികയാണെങ്കിൽ, തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ പ്രവർത്തകർ അതിശക്തമായി പണിയെടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ കോൺഗ്രസ് അത്രത്തോളം പണിയെടുക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം താങ്കൾക്കുണ്ടോ? എനിക്കങ്ങനെ ആക്ഷേപമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനോട് കിടപിടിച്ച് നിന്ന് വർക്ക് ചെയ്തത് കോൺഗ്രസ്സാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഈ തോൽവി പരാജയം എന്നൊക്കെ പറയേണ്ടത് നമ്മളെ ശുദ്ധീകരിച്ചെടുക്കാനുള്ളതാണ്. 10 കൊല്ലത്തെ പ്രതിപക്ഷത്തെ ഇരുത്തം, 10 കൊല്ലത്തെ കേരളത്തിലെ ഭരണത്തിൻ്റെ അഴിമതി, ജനവിരുദ്ധ സമീപനങ്ങൾ അത്രമേൽ അവരെ ആവേശഭരിതരാക്കിയിട്ടുണ്ട്. ഇത് അവസാനിപ്പിച്ച മതിയാവുമെന്ന ബോധ്യം അവർക്കുണ്ടായിട്ടുണ്ട്. ആ ബോധ്യമാണ് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചത്. ആ ബോധ്യമാണ് ലീഗിനെ പ്രവർത്തകരെ കൊണ്ട് പണിയെടുപ്പിച്ചത്. അപ്പോൾ തോൽക്കുന്നു എന്ന് പറയണത് അത്ര ഒരു മോശപ്പെട്ട പണിയല്ല. എന്നതിൻ്റെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാണിച്ചത്. അതുതന്നെ ഈ തെരഞ്ഞെടുപ്പ് എൻ്റെയൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കോൺഗ്രസ് നടത്തിയൊരു വർക്ക് അതിശയകരമായ വർക്കാണ്. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഞാൻ അഴീക്കോട് പോയപ്പോൾ ഏറ്റവും നന്നായി വർക്ക് ചെയ്ത ആളുകൾ കോൺഗ്രസ്സുകാരാണ്. പക്ഷേ താങ്കൾ ആദ്യം വന്ന സമയത്ത് അവിടെ ഒരു പ്രതിഷേധം ഉണ്ടായി എന്ന തരത്തിൽ വാർത്ത വന്നിരുന്നു, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് താങ്കളെ വേണ്ട എന്ന തരത്തിൽ, വേങ്ങരയുടെ കാര്യം. അപ്പോൾ അത് സംഭവിച്ച കാര്യമാണോ? ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഒരു മീറ്റിങ്ങിൽ ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ചെറിയ 4-5 പേര്, അതൊരു വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പണിയായിരുന്നു. അത് ഈ ഷജറ വിഭാഗം എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഇപ്പോൾ ഈ SDPI എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വിഭാഗം അവരുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു. അവരുടെ ഹാൻഡിലുകൾ ഉണ്ടാക്കിയ വാർത്തയാണ്. അതൊന്നും അവിടുത്തെ കോൺഗ്രസ് എനിക്ക് അതിശയം ഒന്നും അതിലില്ല. കാരണം ഞാൻ അഴീക്കോട് മത്സരിച്ച ഒരാൾ, അഴീക്കോട് തെരഞ്ഞെടുപ്പിനെ കൺട്രോൾ ചെയ്യുന്നവരായിരുന്നു. ആത്മാർത്ഥമായിട്ട് നിന്നിരുന്ന ആളുകൾ, പേരെടുത്ത് പറയാൻ കഴിയുന്ന കോൺഗ്രസ്സുകാർ. അതേ തലത്തിൽ ഇവിടെ വന്നപ്പോഴും കോൺഗ്രസും
പിന്നെ ഞാൻ അവരോട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ യൂത്ത് ആവട്ടെ, അവരുടെ ന്യൂജൻ പിള്ളേരാവട്ടെ, അവരുടെ തലമുതിർന്ന കാരണവന്മാരാവട്ടെ, ഒരേപോലെ എനിക്ക് അതിശയം ഉണ്ടാകുന്നതായിരുന്നു. കാരണം പുറത്തുനിന്ന് കേൾക്കുന്ന മലപ്പുറത്തെ കോൺഗ്രസ് ലീഗ് ഫൈറ്റുകളൊക്കെ പലതും ഞാൻ കേൾക്കാറ്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വളരെ ഡിഫറൻ്റ് ആയിരുന്നു. മനോഹരമായ ഒരു വർക്ക് ചെയ്തു. ഇപ്പോൾ ഷജറകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദ്യമാണ്. ഷജറകൾ എപ്പോഴും പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ഉള്ളിലാണ്, അതല്ല മറ്റു ചിലർ പറഞ്ഞവർ പുറത്താണ് എന്നുള്ളത്. ഷജറകൾ ആക്ച്വലി എവിടെയാണ്, എന്താണ് അവർ? അത് അവരോട് തന്നെ ചോദിക്കണം. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ, വിസിബിൾ ആണെങ്കിൽ, അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ, അത് പുറത്തു വരുമെങ്കിൽ അവരോട് ചോദിക്കണം. പക്ഷേ അതിങ്ങനെ അദൃശ്യമായിട്ടൊരു ഫിത്തനയായി, ഒരു കുഴപ്പമായി, അതിങ്ങനെ ഇപ്പം പെയ്തു കളയുന്നുള്ള രൂപത്തിൽ കാർമേഘമായി ഉരുണ്ടുകൂടി അങ്ങനെയൊക്കെ നിൽക്കുന്നൊരു സാധനമാണ്. എനിക്ക് അത് പെയ്താലും കുളിരില്ല, പെയ്തിട്ടില്ലെങ്കിലും കുളിരില്ല. അത്തരത്തിലുള്ള ഒരു എലമെൻറ്റിൻ്റെ മുമ്പിൽ പോയിട്ടും എന്നെ വീഴ്ത്താമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട. എനിക്കതുകൊണ്ട് ഞാനതിനൊന്നും കെയർ ചെയ്യുന്നതിൽപ്പെട്ടതല്ല. ഞാൻ പറഞ്ഞ ഞങ്ങളോട് അവരുണ്ടാക്കാൻ നോക്കിയൊരു ഫിത്തന എന്നത് അവർക്ക് ഏറ്റവും അബ്സല്യൂട്ടായിട്ട് ചേരുന്നൊരു പേരാണ്. അപ്പോൾ അതാണ് ആ പേര് പ്രയോഗിച്ചത്. അപ്പോൾ അതവർ പ്രയോഗിക്കുന്നുണ്ട്, ഞാൻ കെയർ ചെയ്യുന്ന കാര്യമൊന്നുമില്ല. ഇപ്പം ഈ താങ്കൾ വ്യക്തിപരമായി താങ്കളിലേക്ക് വരികയാണെങ്കിൽ താങ്കളുടെ പ്രസംഗങ്ങൾ അത് പാർട്ടിക്ക് മുന്നണിക്കൊക്കെ ബാധ്യതയായി തോന്നുന്നു, അങ്ങനെ താങ്കൾക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ചില പ്രസംഗങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ താങ്കൾ ഉദ്ദേശിച്ചതായിരിക്കില്ല പുറത്ത് വരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദീനിൽ നിന്ന് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോകുകയാണെങ്കിൽ ദീനിൽ നിന്നാണ് പുറത്തു പോകുന്നത്, മതമല്ല പ്രശ്നം എന്നുള്ള സംഭവം, അതുപോലെ തന്നെ സമുദായത്തിന് വേണ്ടിയാണ് പ്രവർത്തനം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രസംഗങ്ങൾ ഇത് കുറേ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്നോ രണ്ടോ പറഞ്ഞതാണ്. അപ്പോൾ അത് മുന്നണിക്ക് അതുപോലെ തന്നെ ലീഗിന്, താങ്കൾക്ക് ഇതിനൊക്കെ ഒരു പ്രശ്നമായി മാറുന്നതായി തോന്നിയിട്ടുണ്ടോ? ആ പ്രശ്നത്തിൽ പറഞ്ഞതിൽ തന്നെ തെറ്റുണ്ട്. എന്നുവെച്ചാൽ ലീഗിൽ നിന്ന് പോകുന്നു, ദീനിൽ നിന്ന് പോകുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ പ്രയോഗം ഇങ്ങനെയാണ്: ദീനിൻ്റെ പരിസരം എന്നാണ്, ദീനല്ല. അത് ഒറ്റയടിക്ക് പറയുമ്പം കാഫർ എന്നൊക്കെയുള്ള പ്രയോഗത്തിലേക്ക് വരും. അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയാനുള്ള അധികാരം നമുക്കില്ല. പരിസരം എന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ SFIയുടെ, ഞാൻ ആ പറയുന്ന സാഹചര്യത്തിൻ്റെ ഒരു പ്രശ്നമാണ്. SFI ക്യാമ്പസുകളെ ഏറ്റവും മലീമസമാക്കാൻ നടത്തുന്ന ശ്രമം, ഫാറൂഖ് കോളേജിന് മുമ്പിൽ, മഹാരാജാസ് കോളേജിന് മുമ്പിലൊക്കെ പുരുഷൻ്റെയും സ്ത്രീയുടെയും നഗ്ന ഫോട്ടോകൾ വെച്ചിട്ട് പിന്നെ വരൂ സദാചാരത്തിൻ്റെ മതിൽക്കെട്ടുകൾ പൊളിക്കാൻ വരും എന്നൊക്കെ പറയുന്ന ആഹ്വാനം ചെയ്യുന്ന, കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പള് കരഞ്ഞ് പത്രസമ്മേളനം നടത്തുന്ന, ലൈംഗിക വൈകൃതങ്ങൾ ക്യാമ്പസിനകത്ത് നടത്തുന്നു SFI, നിങ്ങൾക്കത് കാണിച്ചു തരാം ലൈവായിട്ട് എന്നോട് പറഞ്ഞുവെന്ന് പറയുന്ന പശ്ചാത്തലത്തിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ പ്രസംഗം. ആ പ്രസംഗം ഭയങ്കരമായിട്ട് SFIക്ക് കൊണ്ടു എന്നതാണ് എന്നെ 3 വർഷം കഴിഞ്ഞിട്ട് ആ പ്രസംഗം എടുത്ത് ആക്രമിക്കാനുള്ള കാരണം. അപ്പോഴൊന്നും ഉണ്ടായില്ല. 4 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീഡിയോ എടുത്തിട്ട് മുഖ്യമന്ത്രി കട്ട് ആൻഡ് പേസ്റ്റായിട്ട് പിന്നെ എന്തിലിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലിടുന്നത്. അതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ UDFനെ ബാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. ഞാൻ വിചാരിച്ചിരുന്നു ഇവരെ ബാധിക്കുമോ. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്, ഒറ്റക്കെട്ടായിട്ട് UDF എന്നെ കൊണ്ടുപോയി വേങ്ങരയിൽ പോയിട്ട് നിർബന്ധമായി നിങ്ങൾ നിയമസഭയിൽ ഉണ്ടാവണം എന്നോട് പറയുന്നത് ഞാനവർക്ക് ബാധ്യത ആയതുകൊണ്ടല്ല, ഒഴിവാക്കാൻ പറ്റിയ മണ്ഡലത്തിലാണ് കൊണ്ടുപോയിരുന്നത്. അങ്ങനെയാണ് ഞാൻ മത്സരിച്ചിരുന്നത്. പോയി ഫൈറ്റ് ചെയ്തോ അഴീക്കോട്, ഇരവിപുരത്ത്, അല്ലെങ്കിൽ കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞിരുന്ന പാർട്ടിയും മുന്നണിയും പറയുന്നത് വേങ്ങരയിൽ പോയി സേഫായ സീറ്റിൽ ഇരിക്കുന്നതാണ്. അതെത്ര സേഫാണെന്ന്, അവിടെ എത്രമാത്രം എനിക്ക് അനുകൂലമാണെന്ന് നിങ്ങൾ 4-ാം തീയതി മനസ്സിലാവും. 4-ാം തീയതി മനസ്സിലാവും, കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് ഒരു പക്ഷേ നമ്മൾ തമ്മിലുള്ള ഈ അഭിമുഖം പുറത്തു വരുന്ന ദിവസം എന്താവും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ബാധ്യതയുള്ളവനാണോ പോറ്റുന്നത്? ഞാൻ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഞാൻ പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ ഞാൻ ചായ കുടിക്കാൻ പോയ സമയത്ത് അപ്പോഴും ചില രാഷ്ട്രീയ സംവാദങ്ങളുടെ ഇടയിൽ കേൾക്കേണ്ടി വന്ന അല്ലെങ്കിൽ കേട്ടു പോയൊരു സംഭവമാണ് ഈ സംഗതി, മതമാണ് പ്രശ്നം എന്നുള്ള സംഭവം. അതിപ്പോഴും പല ഇടങ്ങളിലും അത് ഞാൻ വീണ്ടും പറയുന്നതാണ് താങ്കൾ ഉദ്ദേശിച്ചത്. കാരണം ഒരുപാട് പ്രസംഗങ്ങളിൽ ഒരുപാട് സമയത്തൊക്കെ താങ്കൾ പിന്നെയും ആവർത്തിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ താങ്കളുടെ ആളാണെന്ന് ചിലപ്പോൾ പറയും. കാരണം ആ രീതിയിലാണ് അതിൻ്റെ പല പരാമർശങ്ങളും വരുന്നത്. പക്ഷേ അതിൽ സത്യസന്ധമായിട്ട് നമ്മൾ കേൾക്കുന്ന സമയത്ത്, താങ്കളുടെ പ്രസംഗങ്ങൾ കേൾക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണത്തിലത് മനസ്സിലാവും. പക്ഷെ എന്നിട്ടും അത് എത്തിക്കാൻ കഴിയുന്നില്ലേ? 2 തരത്തിലുള്ള പ്രശ്നം അതിനകത്തുള്ളത്. ഒരു ചോദ്യം, മതം എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ലേ എന്നുള്ളതാണ്. മതം 2 തരത്തിലുള്ള പ്രശ്നമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം പ്രശ്നമല്ലേ? നിങ്ങളുടെ മതം, നിങ്ങളുടെ വിശ്വാസം, അത് നിങ്ങൾക്ക് വിഷയമല്ലേ? വിശ്വാസം ഒരു പ്രശ്നമാണ്. വിശ്വാസം ഒരു വിഷയമല്ലേ? ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്കും മതം അവരുടെ വിശ്വാസമാണ്. സിഖ് സമുദായം ലോകത്തിൽ എവിടെ പോയാലും കൺസോൾട്ടേറ്റഡ് ആണ്. അവർ ഒരുമിച്ച് കാനഡയിൽ അവർക്കൊരു ജില്ലയിൽ പോലും, ഏറ്റവും സ്റ്റേറ്റിൽ പോലും അമിതമായ സ്വാധീനത. എങ്ങനെ ഈ കൺസോൾട്ടേഷൻ വരുന്നത്? എങ്ങനെ മതം എല്ലാവർക്കും അവരുടെ വിശ്വാസമായിട്ട്? ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4000 ചില്ലാനം മതങ്ങൾ, ജാതി, വിഭാഗം,
അവരുടെ മതവിശ്വാസം പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു ആംഗിള്, മതം ഒരു പ്രശ്നമാകുന്നത് എങ്ങനെയാണ്? അത് ഇഹ്സാൻ ജിഫ്രി ജീവിച്ചിട്ടുണ്ടോ പോയി ചോദിച്ചു നോക്കണം. അദ്ദേഹം കോൺഗ്രസിൻ്റെ MP ആയിരുന്നു. അദ്ദേഹം ഒരു നല്ല സെക്കുലറായ മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു. ആളുകളെ കൊല്ലുമ്പോൾ ഇഹ്സാൻ ജിഫ്രി മുസ്ലിമായി എന്നുള്ളത് കൊണ്ട് മാത്രം കൊല്ലപ്പെട്ടതാണ്. അയാളൊരു പാർലമെൻറ്റ് മെമ്പറാണെന്നുള്ള കൺസിഡറേഷൻ പോയിട്ട് ഒരു മനുഷ്യൻ എന്നുള്ള കൺസിഡറേഷൻ പോലും അയാൾക്ക് ഉണ്ടായിരുന്നില്ല. മതം പ്രശ്നമല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെ ബാബരി മസ്ജിദ് പൊളിയാണ്? എങ്ങനെ പൊളിയാണ്? മതം ഒരു പ്രശ്നവുമാണ് ആ അർത്ഥത്തിൽ. വിശ്വാസം എന്ന നിലയ്ക്ക് ഇത് എൻ്റെ പ്രശ്നമാണ്, എന്നാൽ മതം ഒരു സാമൂഹ്യ പ്രശ്നമാണ്. അതിൻ്റെ പേരിലാണ് കലാപം. ഇന്ത്യയിലെ നടന്ന കലാപങ്ങളിലെ 90% കലാപങ്ങൾ മതത്തിൻ്റെ പേരിലാണ്. 90%. രാഷ്ട്രീയ കലാപം അല്ല, 90% കലാപങ്ങൾ മതമാണ്. ആ മതം എങ്ങനെ പ്രശ്നമില്ലാതാവുക? രണ്ടാമത്തെ ചോദ്യം, ഇതിൻ്റെ രണ്ടാമത്തെ പ്രശ്നം ഞാൻ പറയാം. ഞാൻ വെല്ലുവിളിച്ചൊരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി മുതൽ പറ്റുന്നവരൊക്കെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ട്. ഏതെങ്കിലും ഒരു മതത്തെ ഞാൻ ആക്ഷേപിച്ചുവെന്ന് ഒരു വരി കൊണ്ട് തെളിയിക്കാൻ പറ്റിയാൽ ഇപ്പം നിങ്ങളുടെ മുമ്പിലും ആ ചാലഞ്ച്. ഒരു തമാശക്ക് വേണമെങ്കിൽ നമുക്ക് ബെറ്റ് വെക്കാം, നിങ്ങൾ പറയുന്ന സംഖ്യക്ക് വെക്കാം, നിങ്ങൾ പറയുന്ന ഏത് പന്തയത്തും ഞാൻ തയ്യാറാണ്. ഏത് പന്തയത്തും ഞാൻ തയ്യാറാണ്. ഞാൻ ഒരു മതത്തെ ആക്ഷേപിച്ച ഒരു വരി, അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കുറേ സാധനമുണ്ട്. ഞാൻ മുസ്ലിം സമുദായത്തിനകത്തുള്ള സംഘടനകളെ ആക്ഷേപിച്ച കുറേ സാധനം ഉണ്ടാവും. പക്ഷെ അപ്പോഴും മതത്തിന് പുറത്തുള്ള ഏതെങ്കിലും അപരമതദ്വേഷമാണ് വർഗീയത. മറ്റൊരു മതത്തെ നിങ്ങൾ ആക്ഷേപിക്കരുത്, കുറ്റം പറയരുത്, മോശമാക്കരുത്. പക്ഷേ ഒരു MLA ജനപ്രതിനിധി എൻ്റെ സമുദായത്തിന് വേണ്ടി മാത്രമാണ്, ഈ സമുദായത്തിന്റെ ഉന്നമനം മാത്രമാണ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ലേ? മാത്രമാണെന്ന് പറയുന്ന പ്രശ്നമാണ്. മാത്രമാണെന്ന് പറയുന്ന പ്രശ്നമാണ്. ഞാൻ മാത്രമാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയില്ല. അല്ല, ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അല്ല, അത് ആളുകൾ വ്യാഖ്യാനിക്കുന്ന പല രീതിയിലുണ്ടാവുമല്ലോ. ഇപ്പൊ പറയുന്ന പോലെ ഈ സമുദായത്തിന്റെ ഉന്നമനമാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ. ഒരു ജനപ്രതിനിധി ഞാൻ സമുദായത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പറയുന്നത് ഭയങ്കര മോശത്തരാണ്, പറയാൻ പാടില്ല. പക്ഷേ സമുദായത്തിന് വേണ്ടിയാണ് എന്ന് അയാൾക്ക് പറയാം. കാരണം അയാൾ നേരത്തെ നിങ്ങളിതേ പറഞ്ഞ ഇതേ ഇരുത്തത്തിൽ ചോദിച്ച മുസ്ലിം എന്ന ഐഡൻറ്റിറ്റി വെച്ച് ആ സമുദായത്തിന് അവകാശങ്ങൾ വേണമെന്ന് പറഞ്ഞ് മറ്റൊരാളുടെ അവകാശം കവർന്നെടുക്കാതെ അവനവൻ്റെ അവകാശം വിട്ടുകൊടുക്കാതെ ഈ സെക്കുലർ സമൂഹത്തിൽ ജീവിച്ചു പോകണമെന്ന് പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു തെറ്റാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് വന്നാൽ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി, ഏത് ജനാധിപത്യത്തിൻ്റെ ശീലുകളാണ് റെഡിയായിട്ട് വരിക? ജനസംഖ്യാനുപാതികമാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഉറപ്പ്. ജനസംഖ്യാനുപാതികമായി ആളുകൾക്ക് കൊടുക്കുന്ന പ്രിവിലേജുകൾ, അധികാരങ്ങൾ, ഇതൊക്കെയാണ്. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ സമുദായത്തിന് വേണ്ടിയുള്ള ശ്രീനാരായണ ഗുരുദേവനെ പോലെ സമുദായത്തിന് വേണ്ടി വാദിച്ച എന്താണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രങ്ങൾ അല്ലേ? അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം വാദിച്ച ഒരു കാര്യമുണ്ട്, അവരുടെ ഉന്നമനം. പക്ഷെ അപ്പോഴെന്താ അറിയോ, ഈഴവ സമുദായത്തിൻ്റെ ഉന്നമനം ഇല്ലായിരുന്നെങ്കിൽ കേരളം ഈ പുരോഗതിയിലെത്തില്ല. കേരളത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കമ്മ്യൂണിറ്റികളിൽ ഒന്നാണ് ഈഴവ സമുദായം. ശ്രീനാരായണൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? അവരെ നന്നാക്കി എടുക്കുക. ശ്രീനാരായണ ഗുരുദേവൻ എല്ലാവരുടെയും പ്രവാചകനാകാൻ പോയാൽ നടക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം സ്വന്തം സമുദായത്തെ സമുദ്ധരിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവിയും സീതി സാഹിബും സ്വന്തം സമുദായത്തെ സമുദ്ധരിച്ചു. മന്നത്ത് പത്മനാഭൻ സ്വന്തം സമുദായത്തെ സമുദ്ധരിച്ചു. അതെങ്ങനെ വർഗീയതാവുക? എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു പണിയല്ല ഞാൻ ചെയ്യേണ്ടത്. ആ പണി ചെയ്യുക എന്നുള്ളതാണ്. അതിന് അവകാശങ്ങൾ ചോദിച്ചാൽ അത് വർഗീയതാവുന്നു എന്ന് പറയുന്നത്, എടാ എൻ്റെ അവകാശം എവിടെയാണ് ഉള്ളതെന്ന് തിരിച്ചു ചോദിക്കേണ്ടത്. നിനക്ക് എന്താ കിട്ടാനുള്ളതെന്ന് ചോദിക്കണം. അപ്പം അതൊരു മറുപടിയാണ്. സമൂഹ മാധ്യമങ്ങളാണ് പലപ്പോഴും ഇപ്പോൾ രാഷ്ട്രീയം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തു പറയണം, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറുണ്ടെന്ന് മാത്രമല്ല, ഞാൻ ആ സമൂഹ മാധ്യമങ്ങളിൽ ആക്റ്റീവായിട്ട് ഇടപെടാറുണ്ട്. പക്ഷേ എനിക്കതിനകത്ത് ഇടപെടുന്ന രീതികളിലൊക്കെ എൻ്റെതായ ചില ശൈലികളും രീതികളൊക്കെ ഉണ്ട്. ഞാൻ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിയില്ലേ, പറഞ്ഞില്ലേ എന്നൊക്കെ. എനിക്ക് സൗകര്യമുള്ളപ്പോൾ എഴുതാനുള്ളതാണ്. അതിൻ്റെ പേര് തന്നെ എൻ്റെ എൻ്റെ മുഖ പുസ്തകമാണ്. അപ്പോൾ ഞാനാണ് അത് തീരുമാനിക്കേണ്ടത്. ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എല്ലാ വിഷയത്തിലും ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ സംഭവമാവും. അതുകൊണ്ട് എല്ലാ ദിവസവും എഴുതിയിട്ടില്ല, മോശമാണ്. ഞാൻ പോകുന്ന എല്ലാ സ്ഥലവും ആളുകളെ അറിയിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ എൻ്റെ ഫേസ്ബുക്ക്, ഏത് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കിയാലും നിങ്ങൾക്ക് അറിയാം. അതിലെൻ്റെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ ഹിൻഡ് പോലും കിട്ടില്ല. നിങ്ങൾക്ക് എന്നെക്കുറിച്ച്, എൻ്റെ പേഴ്സണലായ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടില്ല. എൻ്റെ പൊതു രാഷ്ട്രീയ അഭിപ്രായങ്ങൾ കുറേയൊക്കെ അതിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനതിനെ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയാണ്.
അല്ലാതെ നമ്മളുടെ സ്വകാര്യ ജീവിതം ആളുകളുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് പിന്നെ പ്രകടിപ്പിക്കാനുള്ള ഏരിയ ആയിട്ട് ഞാൻ ചെയ്യാറില്ല. അത് പിന്നെ എല്ലാ മീഡിയ കാലത്തും അതിൻ്റെ ഗുണവും ദോഷമൊക്കെ എല്ലാവരും ചർച്ച ചെയ്യാറുണ്ട്. അത് പത്രങ്ങളുടെ കാലത്തും ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ കാലത്തുണ്ട്. അതിലും അങ്ങനെ ബോധർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളതിനെ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഓരോരുത്തരും മാധ്യമപ്രവർത്തകരാവുന്നു, ഓരോരുത്തരും അഭിപ്രായ രൂപീകരണത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ആ പ്രശ്നത്തിന് വേറൊരു പോസിറ്റീവ് കാര്യമുണ്ട്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ട് നടത്താവുന്ന ഒരു, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കൂട്ടായ്മകളും വരുന്ന അതിൻ്റെ ഒരു വളർച്ചയുടെ പാരമ്യത്തിലുള്ള തെറ്റായ ഒരു രീതിയുണ്ട്. കേരളത്തിലേന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ മീഡിയ സമൂഹം അങ്ങനെ ആയിക്കഴിഞ്ഞൊരു കാര്യമുണ്ട്. അവർ പ്രഖ്യാപിക്കും, അവർ തീരുമാനിക്കും, അവരോട് തിരിച്ചു വെച്ചാൽ അവനങ്ങോട്ട് വേട്ടയാടി കൊന്നു കളയുന്നുള്ളതൊക്കെ. അതിന് സമാന്തരമായിട്ടുള്ള ഒരു പീപ്പിൾസ് ആൾട്ടർനേറ്റീവാണ് പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഒരു സമാന്തര മീഡിയ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ആ പോസിറ്റീവ് സാധനങ്ങളൊക്കെ ഉണ്ട്. മീഡിയയുടെ പിന്നെ ചോദിച്ചാൽ നിനക്ക് 2 ലക്ഷം പിന്നെ വരിക്കാരുണ്ടെങ്കിൽ എനിക്ക് 20 ലക്ഷം പ്രേക്ഷകരുണ്ടെന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ജനങ്ങൾ വളർന്നു വന്നു. പീപ്പിൾസ് ആൾട്ടർനേറ്റീവാണ്. അപ്പോൾ അതിലെ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇമ്മച്ചുവറായിട്ടുള്ള കുറേ ആളുകളുടെ കമൻസുകൾ, അത് അതൊന്നും അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. സമൂഹം എന്നത് അതിൻ്റെ പരിച്ഛേദം എല്ലാ സമയത്തും ഉണ്ടാവും. ദോഷമായിട്ടും നന്മയായിട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ ആ നന്മയെ എങ്ങനെ ഉത്തേജിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കുക എന്നല്ലാതെ ഇതിനെ മൊത്തം പഴി പറയാൻ പറ്റുന്ന കാര്യമില്ല. ജൻസികളാണ് മറ്റൊന്ന്. ജൻസികൾ എന്ന് പറയുന്നത് ഒരേ സമയം 2 കാറ്റഗറികളുണ്ടെന്ന് പറയാം. വേണമെങ്കിൽ എല്ലാത്തിനെക്കുറിച്ച് അറിയുന്നൊരു വിഭാഗമുണ്ട്, ഈ ലോകത്ത് നടക്കുന്ന ഒന്നിനെക്കുറിച്ചും അറിയാത്തൊരു വിഭാഗമുണ്ട്. ഇവരുമായിട്ട് സംവദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ 2 കാറ്റഗറിയും ബന്ധപ്പെട്ട്? കാരണം ഞാൻ ജെൻസി ഗ്രൂപ്പുമായിട്ടൊക്കെ നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളവരെ അറിയാതെ പോയാൽ, ഈ ജെൻസി ഗ്രൂപ്പിലൊക്കെ ഉള്ളൊരു പ്രോബ്ലം എന്താ വെച്ചാൽ അവരുടെ ലാംഗ്വേജ് തന്നെ വേറെയാണ്. നമ്മളീ പഠിക്കുന്ന മലയാളവും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും ഒരു ഭാഷ ഉണ്ടായതുകൊണ്ടൊന്നും ജെൻസി ഗ്രൂപ്പിൻ്റെ അടുത്ത് സംസാരിക്കാൻ കഴിയില്ല. അവർക്ക് അവരുടെ ലാംഗ്വേജ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയുകയാണ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് അവരോട് എടുത്ത് നീ അവിടെ പോയി ഇവിടെ പോയി ഇത് ചെയ്ത് അത് ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞാൽ ഒറ്റ മറുപടിയാണ്, സെറ്റ് എന്നാണ്. അപ്പോൾ നമ്മളേക്ക് വരുന്നത് ആളെ ശരിയാക്കണം. പക്ഷേ എത്ര രസമായിട്ട് പറയുന്നത് ഞാൻ ഏറ്റെടുത്തു എന്നാണ്. അവർ തേച്ചു എന്ന് പറയുന്നൊരു വാക്കിൻ്റെ അർത്ഥവ്യാപ്തിയൊക്കെ എഴുതാൻ പറഞ്ഞാൽ ശരിക്ക് നമ്മളുടെ ഓവിജനെ പോലത്തെ ആളുകൾ ഒരു പുസ്തകം എഴുതാനുള്ള ഒരു കഥ ഇതിനകത്തുണ്ടാവും. അവൾ എന്നെ തേച്ചു അല്ലെങ്കിൽ അവൻ എന്നെ തേച്ചു, എന്ത് മനോഹരമായിട്ടാണ് അവർ പറയണത്. അപ്പോൾ അവരതിനെ ക്യാപ്സ്യൂളൈസ് ചെയ്യാണ്. ഒരു വലിയ സ്റ്റോറിയെ ഒരു വലിയ ഒരു എന്താ പണ്ടത്തെ ഒരു പാട്ടായി വരുന്നുണ്ടെന്ന ഒരു വിരഹ ഗാനമോ അല്ലെങ്കിൽ ഒരു പ്രേമനൈരാശ്യമോ അതിനൊക്കെ സിമ്പിളായിട്ട് അവൻ എടുക്കുന്നത് ഒറ്റ വാക്കിലാണ്, തേച്ചു. അങ്ങനെ കുറേ ടേമുകളുണ്ട്. അവരുടെ ഭാഷ വേറെയാണ്, അവരുടെ രീതി. അവരോട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. വാപ്പയായാലും അച്ഛനായാലും അമ്മയായാലും നമ്മൾ ഗുരുനാഥന്മാരായാലും സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നവരാൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോയാൽ നമുക്ക് അവരുടെ മൂഡ് മനസ്സിലാവില്ല. ഞാൻ പരമാവധി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. നിരുത്തരവാദിത്വം എന്നൊക്കെ പറയണത്, ഈ ഉത്തരവാദിത്തമല്ലാത്ത ചെറുപ്പത്തെക്കുറിച്ച് നമ്മൾ ഏത് കാലത്ത് ആശങ്കപ്പെടാത്തത്? എല്ലാ കാലത്തും സിനിമ വന്നപ്പോൾ പറഞ്ഞു കുട്ടികൾ സിനിമക്ക് അഡിക്റ്റാണ്, TV വന്നപ്പോൾ പറഞ്ഞു അയ്യോ TV-ന് പോകുന്നവർ എഴുന്നേറ്റ് വരുന്നില്ല, ചെയ്താൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചു. അങ്ങനെ ഈ വരുന്ന കാലത്തിലെ മാറ്റങ്ങളെ നമ്മളിങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുന്നു വേണ്ട. ഇതൊക്കെ സമൂഹത്തിൽ എല്ലാ കാലത്തും നമ്മളുടെ പ്രായത്തിലെ ജെൻസി പ്രായം ഉണ്ടല്ലോ നമ്മളുടെ, എൻ്റെയൊക്കെ ആ ജെൻസി പ്രായത്തിൽ കാണിച്ച കുരുത്തക്കേടിൻ്റെ 1000-1 പുതിയ കുട്ടികൾ കാണിക്കണില്ല. അതിലെങ്കിലും സത്യസന്ധത ഉണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് ചതിയിൽ വഞ്ചന പാടില്ല എന്നുള്ളത്. അവർ ചതിയിൽ വഞ്ചന ഇല്ല, ഉള്ളതിനെങ്കിലും ട്രാൻസ്പെറൻസിയും കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊന്നും അങ്ങനെ നല്ല കുട്ടികളാണ് അവരൊക്കെ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. അങ്ങനെ ചെറിയ കറക്ഷൻ വരുത്തേണ്ടത് സമൂഹമാണ്, നമ്മളാണ്. നമ്മൾ അവരെ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ അവർക്ക് അവരുടെ കാലത്തെ ഉൾക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് അതിൽ പറ്റാവുന്നൊരു മാറ്റം എന്ന് എനിക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു തലമുറയെ മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ UDF-ന് അധികാരം കിട്ടുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനത്തേക്ക് ലീഗ് ആയിരിക്കും വരാൻ സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ താങ്കളൊരു വിദ്യാഭ്യാസ മന്ത്രിയായി മാറുകയാണെങ്കിൽ, ഇതിലെല്ലാം സാധ്യതകളുള്ള പോസിബിലിറ്റീസ് ആണ് ഞാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഇതിലൊക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നൊരു മാറ്റം എന്തായിരിക്കും? ഈ പറഞ്ഞതെല്ലാം ഞാൻ നിഷേധിച്ചിട്ട് ഞാൻ പറയാം. അത്തരം ഒരു സാധ്യത വർത്തമാനത്തിനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇതൊന്നും അല്ലാതെ തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് വിദ്യാഭ്യാസ രംഗത്ത് എനിക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട്. അത് വേറെ ആരോ മന്ത്രി ആയിക്കോട്ടെ, ഇനി മുന്നണി തീരുമാനിച്ച് കോൺഗ്രസിന് കൊടുക്കുകയോ ലീഗ് എടുക്കുകയോ ലീഗിലെ പ്രഗത്ഭരായ വേറെ ആരെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയാവുകയോ ചെയ്താലും എൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അപ്പോഴും സ്പേസ് ഉണ്ടാവും. ഞാൻ പറയും, എഡ്യൂക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളം സമീപകാലത്ത് അപകടകരമായിട്ട് കൈയൊഴിഞ്ഞ 2-3 മേഖലയുണ്ട്.
ഒന്ന് എഡ്യൂക്കേഷനാണ്, ഒന്ന് ഹെൽത്താണ്, ഒന്ന് സോഷ്യൽ ജസ്റ്റിസാണ്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളിൽ കാണിക്കുന്ന ഏറ്റവും ശ്രദ്ധയാണ്. അതല്ലാതെ കുറേ ഇൻഫ്രാസ്ട്രക്ചറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ അടയാളമൊന്നുമല്ല. ഒരു 4 വരി പാത പെട്ടെന്ന് ധൃതി പിടിച്ച് ഉദ്ഘാടനം ചെയ്തിട്ട് പൊതുമരാമത്ത് മന്ത്രി ഞാൻ കൊണ്ടുവന്ന റോഡ് എന്ന് പറഞ്ഞിട്ട് നെഞ്ചു വിരിച്ചിങ്ങനെ പോകുമ്പോൾ സൈഡിൽ നിന്നുണ്ട് കുറേ പാവം കുട്ടികൾ കൂക്കി വിളിക്കണം. അവർ നഴ്സുമാരായിരുന്നു. ആ കൂക്കി വിളി പറയണത് നിങ്ങളെ റോഡ് മാത്രമല്ല ഞങ്ങളിവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അടിപൊളിയാണ്. അല്ല, അത് മാത്രമല്ല ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് നല്ലതാണെന്ന് അല്ല, നല്ലതെന്നല്ല പറയുന്നത്. അത് മാത്രമല്ല ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ അടയാളങ്ങളിൽ വരുന്നത് ഈ പറഞ്ഞ 3 കാര്യമാണ്. അതിൽ സുപ്രധാനമാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ സർവീസ് മാറുക. നമ്മൾ അൺഎയ്ഡഡ് മേഖലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനം കൊടുത്ത് കോഴ്സ് കൊടുക്കുന്ന പണി മാത്രം നമ്മളാക്കുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇത്രമേൽ അപകടപ്പെട്ടു പോയൊരു കാലം ഉണ്ടായിട്ടില്ല. യൂണിവേഴ്സിറ്റികൾ വി സിമാരില്ലാത്ത 2 കൊല്ലം 82,000 യൂണിവേഴ്സിറ്റി കോഴ്സുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് കേരളത്തിൽ. ഇത് ഒതൻറ്റിക് ആയിട്ടുള്ള അഭിപ്രായമാണ്, വെറും അഭിപ്രായമല്ല. ഞാൻ പബ്ലിക്കിൽ പറഞ്ഞതും വിവരാവകാശം വെച്ച് കിട്ടിയതാണ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ 82,000 കോഴ്സുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കോഴ്സുകളിലേക്കുള്ള സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. 82,000 കോഴ്സുകളിലേക്കുള്ള സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഇത് ഒഴിഞ്ഞു കിടക്കുമ്പോഴും കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തുള്ള സ്വകാര്യ മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾ ഒഴുകി പോവുകയാണ്. കോഴിക്കോട് നഗരത്തിലെ ഒരു പരസ്യ ബോർഡ് എന്താണെന്നുണ്ട്, കോഴിക്കോട് ആയിരിക്കില്ല, എല്ലായിടത്തും ഉണ്ടാവുമായിരിക്കും. ഞാൻ കണ്ട 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റാക്കാന്നാണ്. 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റാക്കാം. 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റാകാവുന്ന കോഴ്സുകളുണ്ട്. എന്താ യൂണിവേഴ്സിറ്റി എടുക്കാത്തത്? എന്താ യൂണിവേഴ്സിറ്റിയിൽ ഈ അപ്ഡേഷൻ നടക്കാത്തത്? നമ്മുടെ കരിക്കുലത്തെക്കുറിച്ച്, നമ്മളുടെ സിലബസിനെ കുറിച്ച്, നമ്മളുടെ ഹയർ എഡ്യൂക്കേഷനിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഏത് തരത്തിലുള്ള മനനം ചർച്ചയാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് പരിശോധിച്ചില്ല. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം. തമിഴ്നാട്ടിലേക്ക് നമ്മളെ മക്കളൊക്കെ പോകുന്നുണ്ട്, കർണാടകയിലേക്ക് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടൊരു ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ പഠിക്കാനുള്ള ടെൻഡൻസി ആണെങ്കിലും 82,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ എന്താണ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്ന് ഒരാൾ ഇവിടെ വരാത്തത്? ഞാൻ MSF ആയിരിക്കുന്ന കാലത്ത് ഫാറൂഖ് കോളേജിൽ UAE നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. UAE നിന്നുള്ള കുട്ടികൾ, ഇറാനിൽ നിന്നും ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിൻ്റെ പെർസെൻറ്റേജ് എത്താണ്? 20% ആണ്. എന്ന് വെച്ചാൽ 10 വർഷത്തിൻ്റെ കയ്യിൽ എൻ്റെ ഫോണിൽ കണക്കുണ്ട്. 10 വർഷം മുമ്പ് കേരളത്തിലേക്ക് വന്നിരുന്ന വിദേശ വിദ്യാർത്ഥികളിലെ 80% കുടിയൊഴിഞ്ഞു പോയി. 20% കുട്ടികളാണ്. 10 വർഷത്തെ കണക്ക് മാത്രം ഞാൻ സിൻഡിക്കേറ്റ് മെമ്പറുടെ അടുത്ത് നിന്ന് എടുത്തതാണ്. യൂണിവേഴ്സിറ്റിയിൽ വരുന്നില്ല. എന്തുകൊണ്ടാണത്? എന്താണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരാത്തത്? എന്താണ് കർണാടകയിൽ നിന്ന്? എന്നിട്ട് നമ്മൾ പറയാണ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഇവിടെയാണെന്ന്. മികച്ച വിദ്യാഭ്യാസം തേടി ആളുകൾ വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ കേരളത്തിലെ നിയമസഭയിലെ ഒരു ജനപ്രതിനിധിയായി 10 കൊല്ലം ഉണ്ടായിരുന്ന ഒരാളാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എൻ്റെ മകനെ പഠിപ്പിക്കാനുള്ള ധൈര്യം എനിക്കില്ല. എനിക്കാ ധൈര്യമില്ല. കാരണം മകൻ്റെ ഭാവി വെച്ചിട്ടല്ല എൻ്റെ നിയമസഭാ സംവിധാനത്തിലോ എൻ്റെ ഇഷ്ടങ്ങളോ തീർക്കേണ്ടത് എനിക്കറിയാം. അത്ര മികച്ച കോഴ്സ് തകർത്തു കളഞ്ഞു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത്. ആരോഗ്യരംഗം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്നതിനേക്കാൾ അപകടകരമാണ്. ഒറ്റ കാര്യം ഞാൻ പറയാം. കേരളത്തിലെ 17 എൻ്റെ ഇപ്പോഴത്തെ അറിവിൽ, കോഴിക്കോടത്തെ മിംസ്, മൈട്ര, ബേബി, കോഴിക്കോടത്താണ് പറയണത്. കേരളത്തിലെ നഗരങ്ങളിലെ 17 ഹോസ്പിറ്റലുകൾ അമേരിക്കൻ കമ്പനി എടുത്തു കഴിഞ്ഞു. അമേരിക്കക്കാരനല്ല, അമേരിക്കൻ മലയാളിയല്ല, അമേരിക്കക്കാരൻ അവരെടുത്തു കഴിഞ്ഞു. എന്താ സ്ഥിതി കാര്യങ്ങൾ? ഇനി രോഗത്തിൻ്റെ ചികിത്സയും അവർ കൊണ്ടുവരും, രോഗത്തിൻ്റെ മരുന്നും കൊണ്ടുവരും, പുതിയ രോഗം കൊണ്ടുവരും. എൻ്റെ ആരോപണമാണ്, ഉത്തരവാദിത്തപൂർവ്വം ഞാൻ പറയണത്. കേരളത്തിലെ ഈ സ്വകാര്യ ആർക്കും വന്നിട്ട് അവിടുത്തെ ആരോഗ്യത്തെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ആരാണ് ഉണ്ടാക്കുന്നത്? ഇനി നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾ എത്ര കിടക്കണം? എന്നോടിപ്പോൾ ഈ അടുത്ത് പറഞ്ഞൊരു ആരോപണമുണ്ട്. 7,000 രൂപയുടെ ടാബ്ലറ്റ് പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറോട് തൊട്ട് സെക്കൻഡിൽ ഒരു കോഴിക്കോട്ടത്തെ ഈ കച്ചവടം നടന്ന സ്ഥാപനത്തിൽ നിന്ന് മുകളിൽ നിന്ന് ഓർഡർ വരികയാണ്. അത് 18,000-ൻ്റെ മരുന്നാക്കി മാറ്റണം. ഡോക്ടറല്ല, കമ്പനി പറയാണ്. അപ്പോൾ ഇത് കേരളത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ച് എന്ത്
ബോധ്യമാണ് കേരളത്തിലെ ഗവൺമെൻറ് എടുക്കുന്ന റെസ്പോൺസിബിലിറ്റി എന്നാണ്. അല്ല, ഇപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പം സർക്കാർ ഹോസ്പിറ്റലുകളിൽ പോവുകയാണെങ്കിൽ അത്യാവശ്യം മരുന്നും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. നിങ്ങൾ പോകുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവും. ഞാൻ പോയ സമയത്തോ ഞാൻ ആളുകളെ പറഞ്ഞു വിട്ട സമയത്തോ കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, 100 രൂപക്ക് 60 രൂപ നമ്മൾ പേ ചെയ്യണം. അല്ലാതെ നിങ്ങൾ പോയിട്ട് വരികയാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ കേൾക്കും. 100 രൂപയുടെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഒരു ട്രീറ്റ്മെൻറ്റിന് 100 രൂപയാണ് എക്സ്പെൻസ് എങ്കിൽ അതിൻ്റെ സിറിഞ്ച് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം, മരുന്ന് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം, 40 റുപ്യ കൊണ്ട് നിങ്ങളെ കുത്തിത്തരും. ഇതാ സർവീസ്. കേരളത്തിലെ ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് കിട്ടാവുന്ന സ്ഥലം ഇപ്പോഴും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഡോക്ടർമാർ, ഏറ്റവും മികച്ച നേഴ്സുമാർ, പരിശീലനം സ്ഥിതിച്ച ഒരു ഡോക്ടറെ, ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ ഇരട്ടി കപ്പാസിറ്റി ഉണ്ടാവും മെഡിക്കൽ കോളേജിൽ ഒരു നേഴ്സിന്. എക്സ്പീരിയൻസ് വൈസ് ഞാൻ പറയണത് ഉണ്ട്. പക്ഷേ എവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്? ആരെ വിശ്വസിച്ചിട്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലേക്ക് പോയി 10 വർഷം നിങ്ങൾ പറ, എന്തെല്ലാം ആക്ഷേപങ്ങളാണ്. ഒരു രോഗിയുടെ വയറ്റിൽ കത്രിക കിടക്കുന്നു നിസ്സാരമായ കാര്യമാണോ? ലോകത്തിലെ ആരോഗ്യരംഗത്ത് നമ്മളെ നാട്ടിലല്ലാതെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ തർക്കിക്കും. സോറി, അബദ്ധമാണ്. അത് പറയാലോ, അതിന് ജസ്റ്റിഫൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അതിൻ്റെ കാര്യമില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് ഒരൊറ്റ വിഷയത്തിൽ മാത്രമല്ല, കേരളത്തിലെ ആരോഗ്യരംഗത്ത് നിങ്ങൾ ഈ മെഡിക്കൽ രംഗത്ത് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടായെന്ന് പറയട്ടെ. അപ്പോൾ ആരോഗ്യരംഗത്തെ സർവീസിൽ നിന്ന് മാറ്റാൻ പാടില്ല. മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ പല ജില്ലകളിലും, ഇവിടെ എല്ലാം വയനാട്ടിലുൾപ്പെടെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, സംവിധാനങ്ങൾ, മരുന്നുകൾ, അത്യാവശ്യം മരുന്നുകളൊക്കെ വന്നൊരു സംഭവം ഉണ്ടല്ലോ. ഏതാ മെഡിക്കൽ കോളേജ് വയനാട്ടിൽ വന്നത്? ഞാൻ വയനാട്ടുകാരനാണ്. വയനാട്ടിലെവിടെ മെഡിക്കൽ കോളേജ് വന്നത്? വയനാട്ടിലെ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജായി. പിന്നെ കാസർഗോഡ് താലൂക്ക് ആശുപത്രി മെഡിക്കൽ കോളേജായി. തമാശയല്ലേ അത്? നമുക്ക് പറയാനും ബാധിക്കാനൊക്കെ തർക്കിക്കാനൊക്കെ പല കാരണം. ഞാനിപ്പോൾ ഇതൊക്കെ പറയണത് ഒരു ഗവൺമെൻറ് നാളെ മറ്റന്നാൾ പുതിയ വരുമോ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ UDF വരുമെന്ന് തോന്നുമ്പോൾ മാറ്റി പറയേണ്ടതല്ല രാഷ്ട്രീയം ഇഷ്യൂസുകൾ. നാളെ ഗവൺമെൻറ് UDF ആണ് അത് ഏറ്റെടുക്കുന്നതെങ്കിലും ഈ പ്രശ്നങ്ങളിൽ കാഴ്ചപ്പാടില്ലെങ്കിൽ ഇതേപോലെ പറയും ഞാൻ പറയും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയണത്. ഞാൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുമ്പോൾ ആരുടെങ്കിലും വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള വർത്താനമല്ല ഞാനീ പറയണത്. നിങ്ങൾ മനസ്സിലാക്കണം. നാളെ വരുന്ന ഒരു സർക്കാരിൽ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി വന്നു വീഴുമോ ഇല്ലേ എന്ന സംശയത്തിൽ നിൽക്കുമ്പോഴാണ് ഞാനിത് പറയണത്. ഞാൻ പുറത്ത് പറയണതും ഇവിടെ പറയുന്നതും ഞാൻ നിയമസഭയിലും പറയും. ഞാൻ അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലും ഉണ്ടാവും. അല്ലാതെ വോട്ടിന് വേണ്ടിയിട്ട് 5 കൊല്ലത്തേക്ക് വർത്താൻ പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അതാണ് രാഷ്ട്രീയം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു സംഭവമാണ്. പിന്നെ അതിൽ അപ്പുറം വ്യക്തിപരമായിട്ട് താങ്കളുടെ കൂടെ മത്സരിച്ച ആളുകളോട് താങ്കളുടെ ഒരു സമീപനം എന്താണ്? കാരണം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉൾപ്പെടെ നികേഷ് കുമാറിൻ്റെ ചില കാര്യങ്ങൾ താങ്കൾ എടുത്ത് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് പിന്നീട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ഇപ്പോൾ ആ ഒരു എന്താണ് ഒരു അവസ്ഥ, ഒരു സാഹചര്യം? എനിക്കെതിരെ മത്സരിച്ചിരുന്ന ഒരാൾ പ്രകാശ് മാഷായിരുന്നു, നേരത്തെ അസീസായിരുന്നു വേറൊരാൾ, പിന്നെ സുമേഷാണ് എനിക്കെതിരെ മത്സരിച്ച ഒരാൾ, പിന്നെ വേങ്ങരയിൽ പിന്നെ സബാഹാണ്. എല്ലാവരോടും നല്ല സൗഹൃദമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കടുത്ത മത്സരം നടത്തിയിരുന്നത് പിന്നെ അഴീക്കോടാണ്. സുമേഷിനോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഒരു വാക്കുപോലും എന്നെക്കുറിച്ച് മോശം പറയാത്ത ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്കുപോലും മോശം അദ്ദേഹത്തെ കുറഞ്ഞില്ല. അദ്ദേഹം തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലൊന്നും ഇഷ്യൂസ് ഇല്ല. ആ ഗണത്തിൽപ്പെടുന്ന ആളല്ല നികേഷ് കുമാർ. അദ്ദേഹം ഒരു വളരെ മോശപ്പെട്ടൊരു മാനിപ്പുലേറ്റർ, ജീവിതത്തിലെ ഒരുപാട് പിന്നെ തട്ടിപ്പ് വിദഗ്ധനായിട്ടുള്ള കേസുകളിലെ കക്ഷിയായ ഒരാൾ. ഇതൊക്കെ ഞാൻ പറയണത് ഒരു സത്യസന്ധതയില്ലാതെ എന്നെ കൊണ്ടുപോയി ഒരു 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 എന്താ പറയുക മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു കേസിൽ അയാൾ തന്നെ നേരിട്ട് ചെയ്ത കേസിന് തെളിവുകളടക്കം എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ അവസാനം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞതൊക്കെ. പക്ഷേ അങ്ങനെ തള്ളിക്കളയുമ്പോഴും നമുക്ക് രാഷ്ട്രീയ സൗഹൃദം വെക്കാം. പക്ഷേ അതിന് കൊള്ളാവുന്ന ഒരു ക്യാരക്ടറല്ല അയാൾ. കാരണം എന്താ വെച്ചാൽ അതല്ലെന്ന് അയാൾ ഈ തെരഞ്ഞെടുപ്പുകളിലും ഈ പ്രചാരണത്തിലൊക്കെ അയാൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് LDFൻ്റെ ഭാഗമായിട്ട്. ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. എല്ലാവരെയും കാണുമ്പോൾ ഈ ഡിപ്ലോമാറ്റിക്കായിട്ട് ചിരിച്ചോളണമെന്നില്ല. PS അച്യുതാനന്ദന് പിന്നെ കേരളത്തിൻ്റെ പിന്നെ പ്രതിപക്ഷ നേതാവ് ഞാൻ നിയമസഭയിലുണ്ട്. അദ്ദേഹം ലിഫ്റ്റിൽ പോകുമ്പോൾ അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് ആളുകൾ മാറിക്കുക പാടമെന്ന് പറയും കണ്ടാൽ. ഇതിങ്ങനെ തോളിൽ കൈവച്ചിട്ട് ഞാനിപ്പോഴൊന്നും പറയാറില്ലേ എന്ന് ചോദിക്കും നമ്മളോട്. നമുക്ക് റെസ്പെക്റ്റ് കൊണ്ട് അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പുറത്തുനിന്ന് പ്രസംഗിക്കണ മാതിരിയല്ല. എൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്ന സമയത്തും ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്തും പി ജയരാജനെ പോലെ ഇ പി ജയരാജനെ പോലെ എം പി ജയരാജനെ പോലെയൊക്കെയുള്ള ആളുകളായിട്ട് വളരെ നിറഞ്ഞ സൗഹൃദങ്ങൾ പുലർത്താറുണ്ട്. പക്ഷേ അത് വേറെ കാര്യമാണ്. രാഷ്ട്രീയത്തിൽ ഈ ആളുകളെ പറ്റിച്ചിട്ട് ഡിപ്ലോമസി കാണിക്കുന്നതിനോടൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതൊന്നും അത്ര പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ആളാണ്. എന്നെക്കുറിച്ച് പറയുന്ന ആക്ഷേപങ്ങൾ, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതൊക്കെ രാഷ്ട്രീയമാണ്. അതവിടെ നിലനിന്നുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം സൗഹൃദങ്ങളാവാം. പക്ഷേ ചതി, വഞ്ചന, വിശ്വസിക്കാൻ കൊള്ളില്ല, നേർക്കുനേരെ സംസാരിക്കുമ്പോഴും പണി തരുന്നൊക്കെ വിചാരിക്കുന്ന ആളുകളെ അങ്ങനെ ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരാളല്ല. അങ്ങനെ ഒരു കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ഒരു അപകടകാരിയായ ഒരാളായിട്ട് തന്നെയാണ് ഞാൻ നികേഷിനെ കാണുന്നത്. ഒട്ടും സത്യസന്ധതയില്ലാത്ത ഒരാൾ. എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കടലാസിൻ്റെയും പേപ്പറിൻ്റെയും പൈസയുടെയും കാര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൈയുണ്ടെന്നാണോ? ലഘുലേഖയും ലഘുലേഖയൊന്നും എനിക്കറിയ പോലുമില്ല. ഏറ്റവും വലിയ രസമുള്ള കാര്യം ആ ലഘുലേഖയിലെ വാചകങ്ങളാണ് ഇപ്പോഴും തമാശ. സിറാത്തിൻ്റെ പാലെന്നാണ്. മദ്രസയിലെ 1ാം ക്ലാസ് പഠിച്ച കുട്ടി പോലും സിറാത്തിൻ്റെ പാലെന്നറിയില്ല, പറയുക സിറാത്ത് പാലെന്നാണ്. സിറാത്ത് പാലെന്നാണ്. നമ്മളെപ്പോഴെങ്കിലും എന്താ പറയുക, സിറാത്തിൻ്റെ പാലെന്നാണ്. സിറാത്ത് ഏതോ ഒരു നിർമ്മാണ കമ്പനിയും പാലം അവരുണ്ടാക്കിയ പാലാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാറുണ്ടല്ലോ, ടാറ്റയുടെ പാലം, മറ്റോലെ പാലം എന്നൊക്കെ പറയണ പോലെ പറയേണ്ടി വരും. അതുപോലെ ഇവൻ ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് അവൻ എഴുതിയുണ്ടാക്കിയ ഒരു മുസ്ലിം, മദ്രസയിൽ പഠിച്ച മുസ്ലിം പോലും പറയുന്ന സാധനമല്ല അവൻ എഴുതി വെച്ചത്. പിന്നെ അതിനകത്ത് കുറേ ഉണ്ട്. ചെകുത്താൻ്റെ കൂടെ ഉറങ്ങും, അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഇസ്ലാമിലില്ല. ചെകുത്താൻ്റെ കൂടെ ഉറങ്ങുക, അങ്ങനെ ഒരു സാധനം ഇല്ല. അതെവിടെ വെച്ചാൽ നരകത്ത് പോയ ചെകുത്താൻ ഒപ്പരം വന്ന് കിടന്നുറങ്ങുന്ന ഏത് ആളെ വെച്ചിട്ടാണ്? അയാൾക്ക് തന്നെ അന്ന് അയാൾ അനുകൂലിച്ച കുറേ ആളുകളൊക്കെ ഉണ്ട് അവിടെ നമുക്കെതിരായിട്ട് നിൽക്കുന്നത്. അവരോടൊക്കെ ചോദിച്ചിട്ടൊരു മുസ്ലിം എന്ന ആൾക്കെങ്കിലും ഇതിങ്ങനെ പറ്റുമെന്നെങ്കിലും ഒരു പ്രൂഫ് റീഡിങ് നടത്താം. അതുവരെ നടത്താതെ ഉണ്ടാക്കിയൊരു മാനിപ്പുലേഷൻ, അതിൽ ഉണ്ടായ സാമ്പത്തിക നഷ്ടങ്ങൾ, അതിനേക്കാളൊക്കെ എനിക്ക് അപമാനം. ഒരു മനുഷ്യനെ ഈ അഴിമതിക്കാരൻ എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയമൊന്നുമല്ല ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഒരു വർഗീയവാദിയാക്കുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമുള്ള കാര്യമാണ്. നമ്മളത് ഉറക്കത്തിൽ പോലും നമ്മൾ പാലിക്കേണ്ടുന്ന സൂക്ഷ്മതയുടെ ഭാഗമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ അതെനിക്ക് അയാളോട് വേറുള്ളവരോട് കാണിക്കുന്ന ഡിപ്ലോമസി അയാളോട് കാണിക്കാൻ കഴിയില്ല. എനിക്ക് പിന്നെ ആ കാപട്യങ്ങളൊക്കെ അറിയില്ല. വിരോധമുണ്ട്, ഇല്ലെങ്കിലില്ല, അത്രേ ഉള്ളൂ. ഇപ്പോൾ വയനാട് ടൗൺഷിപ്പാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലൈം ലൈറ്റിൽ നിൽക്കുന്നൊരു സംഭവം. അപ്പോൾ ഇനി അടുത്ത ഘട്ടം പദ്ധതികൾ എന്തൊക്കെയാണ്? ഇനി അവിടെ എന്തെങ്കിലും വേറെ പുതിയ പ്ലാനുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അല്ല, അവിടെ അതിൻ്റെ സബ് കമ്മിറ്റിൻ്റെ പാർട്ടി ഉണ്ടാക്കിയിട്ടേ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ഒരു മോണിറ്ററിംഗ് ആണ് അതിനകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ളത്. നിരന്തരം വാച്ച് ചെയ്ത് തങ്ങളാണ് അതിൻ്റെ നിർമ്മാണത്തിലേക്ക് അതിൻ്റെ കമ്പനിയെ തന്നെ നിർമ്മാൺ മുഹമ്മദ് അലി എന്ന് പറയുന്ന ആളൊക്കെ കൊണ്ടുവന്ന്, അതുപോലെ തന്നെ അതിന് ആ ടീമിലുള്ള ഒരു ആളുകളെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇനി ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള 100 ചില ആളുകളുണ്ട്. അവർക്ക് ഇപ്പോൾ സൗകര്യം ഒരുക്കിയതുപോലെ അതിങ്ങനെ ധൃതി പിടിച്ച് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കാതെ ഇതേ സൗകര്യങ്ങൾ അവർക്ക് കൂടെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അതിനകത്ത് കാണുന്നത്. ആ വാഗ്ദാനം അവിടെ പൂർത്തീകരിക്കുക, അല്ലാതെ അങ്ങനെ ഒരു തുടർ പ്രോസസ്സായിട്ട് പോകേണ്ടതല്ല. അവിടെ വേറെയും ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചല്ലേ, വേറെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ടല്ലോ. ആ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഏറ്റവും സത്യസന്ധമായിട്ട് ഞങ്ങൾ നിർവഹിച്ച് കൊടുക്കും. ഇപ്പോൾ പ്രവാസികളുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ യു എയിലാണുള്ളത്. ഇപ്പോഴത്തെ ഒരു യുദ്ധം കാരണം ഒരുപാട് ആളുകൾ പ്രശ്നങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. പല ആളുകളുടെയും ജോലി പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഇപ്പോൾ ജോലി പോയിട്ട് നാട്ടിൽ പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവരെ പുനരധിവസിപ്പിക്കാൻ പുതുതായി UDF സർക്കാർ വരികയാണെങ്കിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടാകുമോ? അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രവാസികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് KMCC എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു ബാക്ക് ബോൺ ആണെന്ന് തന്നെ പറയാം. അത്രയധികം സപ്പോർട്ടും പിന്തുണയും നൽകുന്ന പ്രസ്ഥാനമാണ്. അപ്പം അവരുമായിട്ട് എന്തെങ്കിലും ചർച്ചകളോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? KMCC മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തമായ ഒരു പോഷക സംഘടനയാണ്. അതുമാത്രമല്ല, പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസിനകത്ത് അങ്ങനെ ഒരു KMCC വെച്ചിട്ടൊന്നും നമുക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. അല്ല, അവരുമായിട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. അപ്പം എല്ലാ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞാനത് തെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞിരുന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഈ നിസ്സഹായമായി പോകുന്നൊരവസ്ഥ നികുതി കൊടുക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവർ അയാൾ അടിക്കുന്ന പെട്രോളിന്, വീട്ടിലേക്ക് വാങ്ങുന്ന സാധനങ്ങൾക്ക് എല്ലാം നികുതി കൊടുക്കുന്നൊരു മനുഷ്യനാണ്. ഒരു ദിവസം ഒരു ആക്സിഡൻറ്റിൽ വീണു പോയാൽ തീർന്നു. അയാളുടെ കുടുംബം പട്ടിണിയായി, അയാളെ ആശ്രയിച്ച് മരുന്നും കാത്തു കഴിയുന്ന അമ്മ ബുദ്ധിമുട്ടായി, എല്ലാം ഇടങ്ങാറിലായി. ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ഓരോ രോഗികളെയും കാണാൻ പോകുന്നു. ഏറ്റവും കൂടുതൽ കണ്ടത് പ്രവാസികളായി റിട്ടയർമെൻ്റ് ഉള്ള ആളുകളെയാണ്. അവരൊക്കെ വീട്ടിൽ കിടക്കുകയാണ്, 10 രൂപയുടെ സപ്പോർട്ടില്ല.
ഞാൻ ഈ വിഷയം പ്രതിപക്ഷ നേതാവിനോട് പലതവണ പറഞ്ഞതാണ്. നമ്മൾ വരും, അദ്ദേഹം അത് ഗൗരവത്തോടെ കേട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മിനിമം നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നാട്ടിൽ വരുന്നൊരു പ്രവാസിക്ക് നീ വിഷമിക്കണ്ട എന്ന് പറയാൻ, അല്ലെങ്കിൽ അയാൾക്കൊരു രോഗം വന്നാൽ ഞങ്ങൾ നോക്കുമെന്ന് പറയാൻ, വീണു പോവാതെ പരിരക്ഷിക്കാവുന്ന ഒരു മിനിമം അഷ്വറൻസ് പ്രാഥമികമായിട്ട് അവർക്ക് നൽകണം. പിന്നെ ഓർക്കേണ്ട ഒരു ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ആളുകൾക്കൊക്കെ കിട്ടുന്നൊന്നുമില്ല. അതൊക്കെ വെറും വർത്തമാനത്തിലേക്ക് പോകാമെന്നല്ലാതെ അതൊന്നും പ്രായോഗികമായിട്ട് ആളുകൾക്ക് എത്തിക്കാവുന്ന സംവിധാനം ഇപ്പോഴും ഇല്ല. ഞാൻ നിങ്ങൾക്ക് ആയിരക്കണക്കിന് പ്രവാസികളെ രോഗാതുരമായി വീട്ടിൽ കിടക്കുന്ന ആളുകളെ കാണിക്കാം. 1000 രൂപ കൊണ്ടൊന്നും ഒരാളുടെ രോഗത്തെ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ 13,000 രൂപയുടെ പുതിയ നോർക്ക പ്ലസ് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസിൻ്റെ വരുന്നു. ഞാൻ പറയണത്, ഇത് എത്ര പേർ ഇത് കിട്ടുന്നു നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ മോണിറ്ററിങ് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടോ? ഇപ്പം ഞാൻ പോയി കണ്ട രോഗികളിൽ പലരും പറയുന്നൊരു കാര്യമുണ്ട്, അവർക്കത് കിട്ടണില്ല പൈസ. അവർക്ക് ഒരു ഘട്ടം എത്തുമ്പോൾ ഇൻഷുറൻസ് അല്ലെങ്കിൽ വീണ് കിടക്കുന്നവന് രോഗത്തിൽ ഈ നോർക്കയിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളുടെ കുറേ ഇഷ്യൂസുകളുണ്ട്. രജിസ്റ്റർ ചെയ്തവർക്ക് ഒരുപാട് മാനദണ്ഡങ്ങളുടെ പ്രശ്നമുണ്ട്. പ്രവാസികൾ ഇപ്പോഴും സെക്യൂർഡ് അല്ല ഈ വിഷയത്തിൽ. അവർക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അഷ്വറൻസ് ഇല്ല. പിന്നെ പദ്ധതികൾ, ഇപ്പം പല പ്രവാസികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ക്രെഡിബിൾ അല്ലാത്ത ഒരുപാട് ഫേമുകളിൽ പൈസ ഇട്ടിട്ട് ഇവരിങ്ങനെ തകർന്നു പോകുന്ന അവസ്ഥയാണ്. സത്യത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞപ്പോൾ കുഞ്ഞാൽ സാഹിബിനെ പോലത്തൊക്കെ ആളുകളോട് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. PPP പോലെയുള്ള പദ്ധതികൾ കേരളത്തിൽ ശരിക്കും ആലോചിക്കേണ്ടതാണ്. ഗവൺമെൻറ് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ മെഡിക്കൽ രംഗത്ത് തന്നെ ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞു ഗവൺമെൻറ് കോളേജുകൾ, ഗവൺമെൻറ് പണം ഇറക്കുന്നോർത്ത് ഗവൺമെൻറ് പൈസ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ലാൻഡുണ്ട്. വലിയ തരത്തിൽ പണം കൊണ്ടുപോയി അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ പ്രവാസികൾ തയ്യാറാവും. ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണ്, അവർക്ക് പാർട്ട്ണർഷിപ്പിൽ അത് ചെയ്യാം. ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ ഗവൺമെൻറ്റിലേക്ക് എടുക്കപ്പെടാം. അതുവരെ ഇത് പാർട്ട്ണർഷിപ്പിൽ ലാഭകരമായിട്ട് പ്രവാസികൾക്ക് ചെയ്യാൻ പറ്റും. എത്രയോ പഞ്ചായത്തിന് പൈസ ഇല്ലാത്തത് കൊണ്ട് ബസ് സ്റ്റാൻഡുകൾ, ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ ഉണ്ടാക്കാൻ പറ്റാത്ത ഭൂമികളുണ്ട്. അവിടെ പ്രവാസികൾക്ക് ധൈര്യപൂർവ്വം, ഗവൺമെൻറ്റുമായിട്ടാണല്ലോ, ധൈര്യപൂർവ്വം കരാറിൽ പണം ഇറക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റുകൾ, പ്രവാസികളുടെ പണം അടക്കമുള്ളടത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഇൻവോൾവ്മെൻറ്റുകൾ ഗവൺമെൻറ്റിന് തയ്യാറായി വരണം. ഗവൺമെൻറ് ഇപ്പം പണം കൊടുത്ത് സഹായിക്കുക എന്ന് പറയണേ, എത്ര കാലമാണ് അങ്ങനെ കൊടുക്കാൻ ഗവൺമെൻറ് കഴിയുക? എത്ര പെൻഷനുകളാണ് മുടങ്ങി കിടക്കുന്നത്, എത്ര പെൻഷനുകളാണ്. ഇപ്പോൾ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെ നോക്കുന്നവർക്ക്, ആശ്രിതർക്ക് കൊടുക്കുന്ന പൈസ പോലും കൊടുക്കാൻ പൈസ ഇല്ല. അപ്പോൾ അത് നമ്മൾ കുറ്റം പറഞ്ഞിരുന്ന കാലം ഗവൺമെൻറ് കയ്യിൽ പൈസ ഉണ്ടാവില്ല. പക്ഷേ പണമില്ലെങ്കിൽ, ഇപ്പോൾ ദുബായ് പോലുള്ള ഇടങ്ങളിലുള്ള എത്ര പദ്ധതികളുണ്ട്, ഗവൺമെൻറ്റും ജനങ്ങളും ആളുകൾ പബ്ലിക്സുമായിട്ട് ഉണ്ടാക്കുന്ന എത്ര ഇടപെടലുകൾ നടത്തുന്നുണ്ട്. എങ്ങനെ അവിടെയൊക്കെ ഇത്ര വലിയ ബിസിനസ് ഫേമായിട്ട് വരുന്നത് കാഴ്ചപ്പാടുകളുടെ ഭാഗമാണ്. അത് പുതിയ കാലത്തിനനുസൃതമായി ഏറ്റവും നല്ല ടേംസുകൾ ഗവൺമെൻറ് വെച്ച്, ഗവൺമെൻറ്റിന് നഷ്ടം വരാത്ത എന്നാൽ കൂടുതൽ പ്രോഡക്റ്റീവ് ആകുന്ന ഇടപെടലുകൾ ഗവൺമെൻറ് നടത്തണം. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ പ്രവാസികളുമായി ബന്ധപ്പെട്ട് ആലോചിക്കണം എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഗവൺമെൻറ് വന്നാൽ അതിൽ അതീവ ശ്രദ്ധ, ഒരു പ്രവാസി തനിച്ചല്ല എന്ന് തോന്നാവുന്നു. അപ്പം ഞാൻ പറഞ്ഞു 2025 ഗവൺമെൻറ്റിൻ്റെ അടങ്കൽ തുകയേക്കാൾ കൂടുതൽ ആ വർഷം പ്രവാസിയുടെ പണം കേരളത്തിൽ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ബജറ്റിനെ പോലും ഞെട്ടിപ്പിക്കാവുന്ന പണമയക്കുന്ന ഒരു വിഭാഗമാണ് അവർ. എന്താ തിരിച്ചു കൊടുക്കുന്നത്? ഒന്നും തിരിച്ചു കൊടുക്കുന്നില്ല. നമ്മളുടെ നാട്ടിൽ ഞാൻ പറഞ്ഞ നികുതി കൊടുക്കുന്നതിനൊന്നും തിരിച്ചു കൊടുക്കാൻ ഒരു അഷ്വറൻസും ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. ആ മിനിമം അഷ്വറൻസ് ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്നുള്ളതാണ് തന്നെയാണ് ഞങ്ങൾ. ഇനി നമുക്ക് അവസാനിപ്പിക്കാം. അതിനു മുമ്പ് കുറച്ച് പേര് ഞാൻ പറയും. അപ്പോൾ അവരെ കുറിച്ചിട്ട് ഒരു ഒറ്റ വാക്കിലൊരു ആൻസർ, റാപ്പിഡ്. കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭനായ നേതാവ്, എൻ്റെ അടക്കം ശക്തനായിട്ടുള്ള നേതാവ് പിണറായി വിജയൻ. കേരളത്തിലെ 2 ടൈം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള, തുടർച്ചയായ 2ാം തവണയും മുഖ്യമന്ത്രിയായിട്ടുള്ളതാണ്. KT ജലീൽ എൻ്റെ നേതാവായിരുന്നു പഴയ കാലത്ത്. പിന്നീട് രാഷ്ട്രീയത്തിൽ അപ്പുറം നിൽക്കേണ്ടി വന്നതാണ്. ഇത്ര വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. ഷാഫി പറമ്പിൽ. അവർ ഞങ്ങൾ വളരെ ആത്മസുഹൃത്തുക്കൾ, യാത്ര ഇഷ്ടങ്ങളൊക്കെ ഏകദേശം അങ്ങനെ പറയുകയും കൂടെ പോവുകയൊക്കെ ചെയ്യുന്ന നല്ല സുഹൃത്ത്. മമ്മൂട്ടി. നടനല്ല, മമ്മൂട്ടി നല്ല നടൻ. എന്താ പറയുക മമ്മൂട്ടിയെ കുറിച്ച്? നരേന്ദ്രമോദി. ഇന്ത്യയിലെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇനി അവസാനമായിട്ടൊരു ചോദ്യമാണ്, താങ്കൾ എങ്ങനെ എടുക്കുന്നത് എനിക്കറിയില്ല. ഈ അലൻ ജോസ് പെരേര ആറാട്ടൺ ആൻഡ് യൂണിവേഴ്സ്, അതൊരു ഇപ്പം സോഷ്യൽ മീഡിയയിലൊരു ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യമാണ്. താങ്കൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? എന്താണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ താങ്കളുടെ, അല്ലെങ്കിൽ പൊതുവെ രാഷ്ട്രീയക്കാരുടെ ഇടയിലുള്ളൊരു സംസാരവും കാര്യങ്ങളൊക്കെ എന്താണ്? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. സംഭവങ്ങളൊന്നുമില്ല.
ഓക്കെ, വളരെയധികം സന്തോഷം. ഒരുപാട് സന്തോഷം. എന്തായാലും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയും മുന്നോട്ട് പോകട്ടെ. കേരള രാഷ്ട്രീയത്തിലും കേരള സംസ്ഥാനത്തിനും നമ്മുടെ സമൂഹത്തിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. താങ്ക് യു.